അനീഫ് ഖാ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ പറയുമ്പോഴേക്കും പുള്ളി ചിരി തുടങ്ങും. ആ പുലിവാൽ കല്യാണത്തിൽ എനിക്ക് കിട്ടിയ ഫുൾ ക്രെഡിറ്റിൻ്റെ പകുതിയും ഞാൻ ഹനീഫ് ഖാനാണ് തോന്നുന്നത്. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ മറ്റൊരു ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. മൂസയുടെ ഏറ്റവും വലിയ ഒരു സ്ലാപ്സ്റ്റിക്കാണ് ഈ പറഞ്ഞ പോലെ. ഈ മുകളിലോട്ട് പോകുമ്പോൾ സലീം ഭായ് ചുറ്റി വെച്ച് അടിക്കുന്നു, താഴോട്ട് വീഴുന്നു, ഇത് എടുത്തുകൊണ്ടിരിക്കുന്നു. അനീഫ് ഖാൻ വളരെ കാര്യമായിട്ട് അഭിനയിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു. ഒരു 2:30 ആയപ്പോൾ എന്നോട് വന്നിട്ട് ചോദിച്ചു, കഴിഞ്ഞില്ലേ എൻ്റെ പോർഷൻ? ഞാൻ പറഞ്ഞു, അനീഫ് ഖാൻ കഴിഞ്ഞു. ഞാൻ ജോഡി ഇങ്ങനത്തെ സീക്വൻസ് എടുക്കുമ്പോൾ പറയരുതല്ലോ എന്ന് വിചാരിച്ചാൽ എൻ്റെ ഉമ്മ മരിച്ചു പോയി. അനീഫ് ഖായുടെ അനിയൻ നൗഷാദ് ഖായുടെ കല്യാണം എറണാകുളം ടൗൺ ഹാളിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ അതിനെന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ടൗൺ ഹാളിൻ്റെ പുറത്ത് ഇങ്ങനെ ആൾക്കാരെ സ്വീകരിക്കാൻ എന്ന കൂട്ടത്തിൽ ഞാനും അനീഫ് ഖായുടെ കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ വരുന്നവരെല്ലാം എന്നെ അനീഫ് ഖായെ മാറി മാറി നോക്കിയിട്ട് അകത്തോട്ട് കയറി പോകുന്നു. അപ്പോൾ അനീഫ് ഖാ പറയാ, അവർ വിചാരിച്ചിരിക്കുന്നത് നീ എൻ്റെ അനിയനാണെന്നാ. നമ്മൾ ഈ ഡയറക്ഷൻ അങ്ങോട്ട് ആകുമ്പോൾ വേറൊരു ഇതാവുമല്ലോ. ക്യാമറ ആക്ഷൻ, അനീഫ് ഖാൻ മുങ്ങേ. ഈ പാവുണ്ടല്ലോ 3 പ്രാവശ്യം. ഉടനെ അമ്പിളിച്ചേട്ടൻ, എടോ താനല്ലേ മുങ്ങുന്നില്ലെന്ന് പറഞ്ഞ പനിയാന്ന് പറഞ്ഞ് വന്നാലേ ആ വിളി കേട്ടപ്പോ മുങ്ങി. കുറെ അധികം നാളുകൾക്ക് മുമ്പാണ്. അന്നൊന്നും കൊച്ചിയിൽ ഇത്രയധികം മിമിക്രിക്കാരോ മിമിക്രി ട്രൂപ്പുകളോ ഒന്നുമില്ല. എന്നാലും പാട്ടും പാട്ടുപെട്ടിയും പൊട്ടിച്ചിരിയുമെല്ലാമുള്ള വലിയ സതിരുകൾ, സൗഹൃദ സംഘങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സൗഹൃദ സംഘങ്ങളിൽ നർമ്മം വിളമ്പുന്ന ഒരു ചെറുപ്പക്കാരൻ സിനിമയിലെത്തുക എന്നത് നിയോഗമാണെങ്കിൽ അത് നടന്നിരിക്കും. വെളുത്തെടുത്ത് മുഹമ്മദിന്റെയും ഹാജിറയുടെയും 8 മക്കളിൽ രണ്ടാമത്തവൻ PMC ഹനീഫ എന്ന കൗമാരക്കാരന് സിനിമാ പ്രാന്ത് കലശലായിരുന്നു. കൊച്ചിയിൽ ജനിച്ച 10,000-ങ്ങൾക്ക് പിന്നീട് കച്ചിത്തുരുമ്പായ മിമിക്രി തന്നെ സിനിമയിൽ കയറാൻ അയാളും ആദ്യം ഉപയോഗിച്ചു. ആൾക്കൂട്ടത്തിലെ അനേകരിൽ നിന്നും അറിയപ്പെടുന്ന നടൻ, അത്ര തന്നെ തലപ്പൊക്കമുള്ള തിരക്കഥാകൃത്ത്, സംവിധായകൻ, 3 ഭാഷകൾ, 300-ലേറെ സിനിമകൾ, ഇന്ത്യൻ സിനിമയിൽ മലയാളത്തിന്റെ അഭിമാനമായി മാറിയ നടൻ. ഓർമ്മയിലെന്നും കൊച്ചിൻ ഹനീഫ. അതെന്താ കൊച്ചാപ്പ? നമ്മൾ അലമ്പനാണെന്ന് പറഞ്ഞാൽ 25,000 രൂപ സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം. നമുക്ക് ഈ വിൻസെന്റ് പീറ്റർ ഇഷ്യൂ എങ്ങനെയെങ്കിലും ഒന്ന് പ്ലേ ഡൗൺ ചെയ്തെടുക്കണം. ബോംബെ തെരുവിൽ ചീറിപ്പാഞ്ഞു നടക്കുന്ന വെടികുണ്ടകൾക്കിടയിൽ ടാക്സി ഓടിക്കുന്നവനാണ് ഞാൻ. 60 വയസ്സാനാലും സിംഗം താൻ. എന്നത് സിംഗം. ഇന്നവർ പിന്നാമ്പറം കാണിച്ചു, നാളെ ഉമ്മറം കാണിച്ചാലോ? വേണ്ട, ആരും വേണ്ട. ആ കാലുകൾ എന്റേതാണ്. കൈ ചൂണ്ടി സംസാരിക്കുന്നു. മുഖത്ത് കൂളിംഗ് ഗ്ലാസും വെച്ച് കരിയും തേച്ച ആളെ മനസ്സിലായില്ലെന്ന് വിചാരിച്ചു. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അവിടെ വെച്ചേക്ക്, അവിടെ വെക്കട്ടെ, അവിടെ വെക്കട്ടെ, അവിടെ വെച്ചേക്ക്, അവിടെ വെച്ചേക്ക്. കൊച്ചിൻ ഹനീഫക്കയുടെ ഓർമ്മകളുടെ ഈ യാത്രയിൽ നമ്മളെ നയിക്കുന്നത് ഹനീഫയ്ക്ക് സിനിമയ്ക്കുള്ളിലും പുറത്തും വലിയ സൗഹൃദമുണ്ടായ ഒരാൾ, ഹനീഫയ്ക്കയോടൊപ്പം ഒരുപാട് സിനിമകളിൽ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച ഒരാൾ. ഹൃദയപൂർവ്വം ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും കൊച്ചിൻ ഹനീഫ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട അഭിനേതാവ് ശ്രീ സലീം കുമാർ. സലീമേട്ടാ നമസ്കാരം. നമസ്കാരം. ഞാൻ ഹനീഫയുടെ ആമുഖത്തിൽ പറഞ്ഞു, അധികം മിമിക്രിയും മിമിക്രിക്കാരും ഒന്നും ഇല്ലാത്തൊരു കൊച്ചിയിൽ മിമിക്രി തുടങ്ങിയതും ആ ഒരു നർമ്മം ഉപയോഗിച്ചുമൊക്കെ സിനിമയിലെത്തിയേക്ക ഒരാളിൽ നിന്ന് ഏതാണ്ട് അതുപോലെ ഒരു വഴി തന്നെയാണ് സലീമേട്ടന് സിനിമയിലേക്ക് എത്തത്. മന്നാടിയാർ പെണ്ണിന് ചെങ്കോട്ടച്ചക്കൻ എന്ന ചിത്രത്തിലാണ് നിങ്ങൾ ആദ്യമായിട്ട് ഒന്നിച്ച് അഭിനയിക്കുന്നത്. എന്നാൽ ഹനീഫക്ക് അതിന് മുമ്പേ ജയൻ നസീർ കാലഘട്ടം തൊട്ട് സിനിമയിലുള്ള ഒരു സീനിയർ ആക്ടറാണ്. സലീമേട്ട മിമിക്രി എന്ന് വന്ന താരതമ്യേന ഒരു പുതിയ നടനാണ്. പിന്നീടൊരു വലിയ സൗഹൃദം നിങ്ങൾ തമ്മിൽ ഉണ്ടായെങ്കിലും മന്നാടിയാർ പെണ്ണിന്റെ ചെങ്കോട്ടച്ചക്കന്റെ ലൊക്കേഷനിൽ വരുന്ന താരതമ്യേന പുതിയ സലീം കുമാർ എന്ന ചെറുപ്പക്കാരനെ സീനിയറായ ഹനീഫക്ക എങ്ങനെയാണ് വരവേറ്റത്? എന്തായിരുന്നു ആ ബന്ധം ഇത്ര നീളാനുണ്ടായ കാരണം? നമുക്ക് ഇരുന്ന് സംസാരിക്കാം, കുറച്ച് അധിക കഥയുണ്ടത് എന്നായിരിക്കാം. ഓക്കെ. ഇരുന്നു പറയൂ. അതൊരു വലിയ കഥയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഹരിസ് കശവൻ പറഞ്ഞുകൂടാ, അനിൽബാബു നിന്നെ അന്വേഷിക്കുന്നുണ്ട്, അവർ പുതിയ പടത്തിൽ നിനക്ക് വേഷമുണ്ടെന്ന് പറഞ്ഞിട്ട്
ഷൊർണൂരാണ് ഷൂട്ടിങ്. അപ്പോൾ ഷൊർണൂർ എനിക്ക് ഷൂട്ടിങ്ങിന് പോകാനായിട്ട് ഒരു താല്പര്യമില്ല. എന്താ? ഞാനിവിടെ അയ്യപ്പൻ്റെ കാസറ്റ് നാദൃഷ്ടം വെച്ചിട്ട് സംഗീതം കൊടുത്ത് ഇറക്കിയാണ് എലൈറ്റിൽ. ഞാൻ കുറച്ച് പൈസയും മുടക്കിപ്പോയി. അങ്ങനെ എന്നെ എല്ലാവരും നിർബന്ധിച്ചു. കാരണം യേശുദാസിൻ്റെ ഒരു കാസറ്റ് ഇറങ്ങിക്കഴിഞ്ഞു, രാമു ചേട്ടൻ, നിസാർക്ക, നിനക്ക് സിനിമയിലൊരു ഭാവിയുണ്ട്, നീ അവിടെ പോകാൻ പറഞ്ഞിട്ട് രാത്രി എല്ലാവരും കൂടി ഈ നാദൃഷ്ടയും നിസാർക്കയും ഈ രാമു ചേട്ടനും കൂടി തള്ളി ട്രെയിനിൽ കയറ്റിയതിന് ഒറ്റപ്പാലത്തോടെയാണ്. എന്നിട്ട് എനിക്കൊരു ഭയങ്കര ഇതായിരുന്നു. ഞാൻ അവിടെ ചെന്നു. രാവിലെ വരിക്കാശ്ശേരി മനയിലാണ് ഷൂട്ടിങ്. വരിക്കാശ്ശേരി മനയിൽ ചെന്നു. അവിടെ ജഗതി ശ്രീകുമാർ, മുകേഷ്, ഇന്നസെൻ്റ് ഏട്ടൻ, അനീഫ്ക, സുബൈർ, ഇത്രയും പേര് ഉണ്ട്. പിന്നെ ഞാനും ഉണ്ട് അവിടെ. ഞാൻ പുതിയാളാ, ഇവരുടെ കൂടെ ആരെയും കൂടെ അഭിനയിച്ചിട്ടില്ല. ജഗതി ചേട്ടനായിട്ട് എനിക്ക് കുറച്ച് പരിചയമുണ്ട്. അങ്ങനെ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു. അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവർ പോലുള്ള അറിയാമെന്ന് പറഞ്ഞു. ഹനീഫക്ക് ഇങ്ങനെ സ്കേർട്ട് പഠിച്ച് ഇങ്ങനെ ഇരിക്കണം. അപ്പം ഇന്നസെൻ്റ് ചോദിച്ചു, അനീഫ് അറിയില്ലേ പുള്ള? പിന്നെ ഇവരൊക്കെ ഫേമസ് അല്ലേ എന്ന് പറഞ്ഞ്. അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഭയങ്കര ജാടയാണല്ല, എടുക്കാൻ പറ്റില്ല. ബാക്കിയുള്ളവരൊന്നും കുഴപ്പമുണ്ടായില്ല. പക്ഷെ ആ ഹനീഫക്കായിട്ടായിരുന്നു പിൽക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സൗഹൃദവും സ്നേഹവും ബന്ധവും. അതായിരുന്നു ആദ്യത്തെ കാഴ്ച പൊന്നാരൂർ പെണ്ണിച്ചെങ്കോടിച്ചൊക്കെ. പക്ഷെ അത് എവിടെ വെച്ചാണ് സൗഹൃദം വന്നതെന്ന് എനിക്കറിയില്ല. ഒരുപാട് പടങ്ങളിൽ ഞങ്ങള് ജോഡി പോലെ തന്നെ അഭിനയിച്ചു. ഇഷ്ടം പോലെ സിനിമകൾ അഭിനയിച്ചു. അതായത് ധർമ്മേന്ദ്രയെ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന കാർ മുതൽ അൽ കമലഹാസൻ മുതൽ എത്രയോ പടങ്ങളിൽ. പുലിവാൽ കല്യാണം എന്ന പടത്തിൽ എനിക്ക് പേരുണ്ടായതിന്റെ പകുതി ക്രെഡിറ്റും അനീഫ്ക്കാണ്. സാധാരണ മറ്റൊരു നടനാണെങ്കിൽ അത് പലതും സമ്മതിച്ചു തരില്ല. ഏത് ആ കോമ്പിനേഷൻ ഞാനാണ് അത് ലീഡ് ചെയ്യണത്. അതായത് അദ്ദേഹം ടാക്സി ഡ്രൈവറായിട്ട് വിളിച്ചോണ്ട് വരുന്നതാണെങ്കിലും ഇവിടെ വന്ന ശേഷം ഒരുവൻ മുതലാളിയായി, സലിമേട്ട മുതലാളി, അദ്ദേഹം എല്ലാ ജോലികളും ചെയ്തു തരേണ്ട അവസ്ഥയിലോട്ട് വരുന്ന അവസ്ഥയിലേക്ക് വന്ന് ചിലർക്കൊക്കെ അത് മതി ഫീൽ ചെയ്യാൻ. എത്രണ്ണോ ഫീൽ ചെയ്തേക്കണം. അനീഫ്ക പ്രോത്സാഹിപ്പിക്കുന്നു. ഞാൻ പറയുമ്പോഴേക്ക് പുള്ളി ചിരി തുടങ്ങും. അങ്ങനെ ഷാബിക്ക് പ്രശ്നമായി. കാരണം അനീഫ്ക ചിരിച്ചും നമ്മളെ പ്രോത്സാഹിപ്പിച്ചും ആ പുലിവാൽ കല്യാണത്തിൽ എനിക്ക് കിട്ടിയ ഫുൾ ക്രെഡിറ്റിന്റെ പകുതിയും ഞാൻ ഹനീഫ്ക കാണുന്നു. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ മറ്റൊരു ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അല്ല, ഈ ഹനീഫ്ക്കയുടെ ചിരിയെ പറ്റി ഒരു വരി പറഞ്ഞ പറ്റുള്ളൂ. സലീമേട്ടൻ ട്രൂപ്പ് തുടങ്ങിയതാണല്ലോ ഞാനൊക്കെ വന്നത്. അപ്പൊ ആ ട്രൂപ്പിന്റെ ആദ്യത്തെ ഷോ മുഴുവൻ റെഡിയാക്കിയ ശേഷം ഇത് ജഡ്ജി ആൻഡ് ഹനീഫൊക്കെയാണ് വരുന്നത്. വാവക്കാട് ഒരു SNDPയുടെ ഹാളിൽ ഞങ്ങളുടെ ട്രൂപ്പ് ഒരു ഫുൾ ട്രൂപ്പ് പെർഫോം ചെയ്യുന്നു. ഈ ഷോ കാണാൻ ഒരാളേ ഉള്ളൂ കസേരയിട്ട് ഫ്രണ്ടിലിരിക്കുന്നത്, കൊച്ചും ഹനീഫിക്ക. അന്ന് ഞങ്ങളെല്ലാം ഇങ്ങനെ ഹനീഫിക്കയെ കണ്ട് തൊഴുത് ഷോ തുടങ്ങി കട്ടൻ പൊക്കി 2.5 മണിക്കൂർ ഹനീഫൊക്കെ പൊട്ടി ചിരിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് പരിപാടി ഭേഷ പൊളിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സലീമേട്ടൻ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ആ ഹനീഫൊക്കെ എന്ത് ചെറിയ കോമഡി കണ്ടാലും പൊട്ടിച്ചിരിക്കുന്ന ആളാണ്, അയാളെ കൊണ്ടൊന്ന് നിന്റെയൊക്കെ പരിപാടി കാണിച്ചതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. നാട്ടുകാരും ചിരിച്ചില്ല നിന്റെ ഒന്നും കോമഡി കണ്ടിട്ട്, അയാളൊരു പാവമായോണ്ട് ചിരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആദ്യത്തെ വർഷത്തെ ട്രൂപ്പിന്റെ പരിപാടി തുടങ്ങുന്നത്. പിന്നീട് ഹനീഫിക്കയുടെ അവസാന കാലം വരെയും സലീമേട്ടനുമായിട്ടൊരു വലിയ കൂട്ട്, എത്രയോ കോമ്പിനേഷനുകൾ, എത്രയോ പരിപാടികൾ അല്ലേ? ഞാൻ കൂടുതൽ കളിയാക്കി ചോദിച്ചതുള്ളൂ. അല്ലാതെ സ്നേഹ കളിയാക്കൽ കൗണ്ടർ അടിച്ചിട്ട് അനീഫ്ക്ക് അത് ഇഷ്ടമായിരുന്നു. പലതും പുള്ളിനെ ഇമിറ്റേറ്റ് ചെയ്യണ പോലും ഇഷ്ടമല്ല പുള്ളിക്കാരന്. അപ്പൊ എന്നോട് ദിവസം പറഞ്ഞിട്ടുണ്ട് പുള്ളി, ഞാൻ മ്യൂസിക്കാരനാണല്ലോ, എന്താണ് നിങ്ങൾ കാണിക്കണത്? എന്താ കാണിക്കണത്? ആസാനെ? എന്താ ആസാനെ? ഞാൻ ആശാൻ എന്നാണ് പറയണത്, മനസ്സിലായില്ലേ? സേതുണ്ടല്ലോ കാപ്പി എടുക്ക കാസ്നാണ് ഞാൻ പറഞ്ഞ. അങ്ങനെ ഞാൻ പറയാം എന്നെ തല്ലെന്തിനാണ്, നീ മ്യൂസിക്കാരനല്ലേ? അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മിമിക്രി പുള്ളിക്കാരന് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ മിമിക്രിയുടെ തുടക്കകാലത്ത് പുള്ളിയുണ്ട്, പുള്ളി മിമിക്രിക്കാരനാണല്ലോ. ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്ര തിളക്കം എന്ന് പറയുന്ന പടത്തില് ചെറിയ മറ്റേ ശിവാജി സാറിന്റെ ഡയലോഗ് പുള്ളിയുടെ എല്ലാത്തിനും ശിവാജി ഉണ്ട്. പുള്ളി അനീഫ്ക്കടെ എന്തിലും സ്വല്പം ടെമ്പോ കയറ്റി പറഞ്ഞ ശിവാജി അറിയാതെ കടന്നു വരും. ശിവാജിനെ അങ്ങനെ രക്തത്തിൽ പുള്ളി അരച്ച് കയറ്റി വെച്ചേക്കാണ്. ശിവാജി എന്ന് പറയുമ്പോ പുള്ളിക്കൊരു നമുക്ക് കാണാം. ശിവാജി എന്ന് പറയുമ്പോ ഹനീഫയ്ക്കൊക്കെ ഒരു വലിയ തമിഴ്നാട് ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ തിരക്കഥ വായിച്ചിട്ട് VMC ഹനീഫ എന്നാണ് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത്. അവിടെ കൊച്ചിൻ എന്നുള്ള പേരില്ല, VMC ഹനീഫ എന്നാണ് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത്. ഞാൻ കേട്ടിട്ടുള്ളത് കരുണാനിധിക്ക്
പുള്ളിയുടെ തിരക്കഥകൾ വലിയ ഇഷ്ടപ്പെട്ടിട്ട് കരുണാനിധിയുടെ വീട്ടിലൊരു മുറിയുണ്ട്, അവിടെ MGR മാത്രമേ കയറി കാര്യമായിട്ട് ഇരുന്ന് ഒരു എഴുത്തും പരിപാടികൾക്ക് നിന്നിട്ടുള്ളൂ. അവിടെ കൊണ്ടുപോയി ഇരുത്തി തിരക്കഥ എഴുതിക്കുക, സിനിമയ്ക്ക് തിരക്കഥയ്ക്ക് മാത്രമല്ല പുള്ളി പറയുന്നത് അറിയാമോ, ഞണ്ടില്ലേ ഞണ്ട് കരുണാനിധിയുടെ വീട്ടിൽ ചെന്നപ്പോ ഞണ്ട് ഉള്ള ഞണ്ട്, ആ ഞണ്ടിന്റെ ഓട്ടയില്ലേ എന്നിട്ട് തോട്, ആ തോടില് ഞണ്ടിന്റെ ഫ്ലഷ് ഇല്ലേ, ആ ഫ്ലഷ് പ്രത്യേകത കുക്ക് ചെയ്തിട്ട് അതിലൊരു സ്പൂൺ ഇട്ടിട്ട് പുള്ളി അതേപോലത്തെ ഒരു ഫുഡ് ജീവിതത്തിൽ കരുണാനിധി കൊടുത്ത ഫുഡ് ജീവിതത്തിൽ പുള്ളി കഴിച്ചിട്ടില്ല എന്ന് പറയണം. ഹനീഫ് കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞ അന്ന് പുള്ളി പറഞ്ഞു ഒരു മലയാളി മാത്രം എന്റെ ഒപ്പം ഇരുന്നിട്ടുള്ളൂ, രണ്ടാമത്തെ മലയാളിയാണ് നീ. അത് MGRും രാമേന്ദ്രനും അടുത്തത് ഹനീഫയ്ക്കുമാണ്. അങ്ങനെ ഇലക്ഷനൊക്കെ വരുമ്പം കരുണാനിധിക്ക് വേണ്ടി പ്രസംഗിക്കാൻ തമിഴ്നാട്ടിൽ പോയിട്ടുള്ള ആളാണ് ഹനീഫിക അവിടെ ഭയങ്കര പേര്, പുള്ളി 3-4 പടം ചെയ്ത ഹിറ്റാണ്. അതെന്താ വെച്ചാൽ ഇവിടെ 89-ലോ മറ്റേ കിരീടം എന്ന് പറയുന്ന സിനിമ ഇറങ്ങി, ഇവിടെ ഹൈദ്രോസ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് വില്ലനായിട്ട് അഭിനയിക്കുന്ന അതേ സമയം, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ടൈം പീരീഡിൽ തന്നെയാണ് മഹാനദി എന്ന് പറയുന്ന കമലഹാസന്റെ പടത്തിലെ ഒരു അസാധ്യ വില്ലൻ വേഷം. ഒരു 3 വർഷത്തെ ഗ്യാപ്പിൽ ചെയ്ത 2 ക്യാരക്ടറാണ്. അത്രയും ആളുകൾ വെറുക്കുന്ന, ആളുകൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കമലഹാസന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വില്ലൻ വേഷം അദ്ദേഹം ചെയ്യുന്നതും. അതെന്താ അറിയുമോ, ഈ പുള്ളിക്കറിയാം ഈ സ്ക്രിപ്റ്റ്, മഹാനദി സ്ക്രിപ്റ്റ് കമലഹാസൻ പുള്ളിനോട് പറഞ്ഞിട്ടുണ്ട്, അവർ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞു ആര് ചെയ്യും വില്ലൻ ചെയ്യുമെന്ന് വെച്ച് കമലഹാസനോട്, നീ ചെയ്യും അല്ലാതാരി. അപ്പോഴാണ് പുള്ളി ഞെട്ടിപ്പോയത്. അതെ അങ്ങനെ നമ്മൾ വിചാരിക്കുന്നവരെ നമ്മൾ ഇവിടെ കാണുന്ന അത് മാത്രമല്ലേ, നമ്മൾ ചില TV സിനിമയൊക്കെ കാണുമ്പോ ശക്തി എന്നൊക്കെ പറയുന്ന സിനിമയില്ലേ, ഈ MN നമ്പ്യാര് മറ്റേ പരുന്തിനെ വളർത്തിയിട്ട് പരുന്തിനെ വിട്ട് മുഖത്ത് കൊത്തിക്കുക, പരുന്തിനെ അങ്ങനത്തെ പരിപാടികളിലൊക്കെ ഹനീഫൊക്കെ കൊടും വില്ലനാണ്. ജയൻ ഇങ്ങനെ നടന്നു പോകുമ്പോ വന്ന് വണ്ടിയിൽ കൂട്ടിക്കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇതാക്കുക, മറ്റേ ഇത് കുട്ടികൾ കളിക്കേണ്ട ആയുധമല്ല, കത്തിയാണ്. അതിലൊക്കെ ഹനീഫിക്കയോടാണ് പറയുന്നത്. അന്നുണ്ട് അവിടം തൊട്ട് പിന്നെ നിങ്ങളുടെ കോമ്പിനേഷനിലുള്ള പടങ്ങളിൽ ഇത്ര ടൈമിങ്ങിൽ ഇത്രയധികം നർമ്മം ചെയ്യുന്ന കാലം വരെയും വളരെ ആക്റ്റീവാണ്. വ്യക്തിബന്ധം എങ്ങനെയായിരുന്നു നിങ്ങളുടെ തമ്മിൽ? നല്ല വ്യക്തിബന്ധം. ഞാൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ വ്യക്തിബന്ധമുള്ള ഒരാളായിരുന്നു ഹനീഫ്ക. ഇപ്പൊ ഹനീഫ്ഖിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മണിക്കൂറോളം പറയാനുള്ള സ്റ്റോക്ക് ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ. കാരണം എന്നെ പുള്ളി അങ്ങനെ അധികാരമായിട്ടും അങ്ങോട്ട് മിഗിൾ ചെയ്ത് അടുക്കില്ല. പുള്ളി എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് ഞാൻ കളിയാക്കാൻ വേറൊരു കളിയാക്കാൻ അത് ഇഷ്ടമായിരുന്നു പുള്ളിക്കാരന്. CID മൂസ നടക്കണ സമയത്താണ് പുള്ളി അമ്മ മരിക്കുന്നത്, ജോണി ആൻഡന്റെ പടം. അപ്പൊ പുള്ളി പറഞ്ഞു ഇങ്ങനെ മദർ മരിച്ചു. എന്നിട്ടും പുള്ളി ഷൂട്ടിങ്ങിന് നിന്നു, ഷൂട്ടിങ് തീരുന്നവരെ നിന്നിട്ട് അവര് സംഭവം എടുത്ത്. ഈ അവസരത്തിൽ നമ്മൾ യാദൃശ്യമായിട്ട് സലീമേട്ടൻ ജോണി ചേട്ടനെ പറ്റി പറഞ്ഞതുകൊണ്ട്, CID മൂസയെ പറ്റി പറഞ്ഞതുകൊണ്ട്, നർമ്മം മലയാളികൾക്ക് ഏറ്റവും പുതിയ കാഴ്ചയായി സമ്മാനിച്ച് കാലാതീതമായ ആ നർമ്മം വീണ്ടും വീണ്ടും ഓരോ തലമുറയും കണ്ടുചിരിക്കുന്ന രീതിയിൽ ഒരുക്കി തന്ന സംവിധായകൻ ഇപ്പോ ബിഹൈൻഡ് ദ സ്ക്രീനിൽ നിന്ന് ഓൺ സ്ക്രീൻ വന്ന് നമ്മളെ വീണ്ടും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നല്ല കഥാപാത്രങ്ങൾ ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്ത് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. ഓർമ്മയിൽ എന്നും കൊച്ചിൻ ഹനീഫ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അഭിനേതാവ്, സംവിധായകൻ, പ്രിയപ്പെട്ട ജോണി ആന്റണി. അപ്പൊ ജോണി പറയാ CID മൂസ അതായിരിക്കും നല്ലത്. അതെ, ജോണി ചേട്ടൻ നമസ്കാരം. സലീമേട്ടൻ കൃത്യം ജോണി ചേട്ടന്റെ ഒരു റെഫറൻസ് ഹനീഫയ്ക്കുമായി ബന്ധപ്പെട്ട് പറയായിരുന്നു. CID മൂസയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്തെ ഒരു അനുഭവ കഥ തുടങ്ങിയുള്ളൂ. നിങ്ങൾ തമ്മിലും വളരെ വലിയ സൗഹൃദം, എത്രയോ അധികം സിനിമകൾ. ജോണി ചേട്ടൻ അസിസ്റ്റന്റ് ആയ സമയം മുതൽ സ്വതന്ത്ര സംവിധായകനായ സമയം വരെ ഒരുപാട് കഥാപാത്രങ്ങൾ. SI വീരപ്പൻ കുറുപ്പ്, പിന്നെ എനിക്ക് മായപ്പന്മാൻ മുതലുള്ളൊരു ബന്ധവും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഒരു സിനിമയുടെ ഇപ്പം പിന്നെ പപ്പുചേട്ടൻ, മാളച്ചേട്ടൻ, ചേട്ടൻ ആകെ ഒരു കാലം കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു കാലഘട്ടത്തിൽ അനുക്ക അന്നുമുണ്ട്. പിന്നുള്ളത് ഇപ്പോൾ സലീം ഭായി, അശോകേട്ടൻ, അനുക്ക, ആ ഒരു കോംബോ നമുക്ക് 90-ൽ നമ്മൾ വന്ന ആ കാലം മുതൽ ഇങ്ങോട്ട് ഒന്ന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ള ആളുകളാണ് ഇവരൊക്കെ. അത് ഇവര് പറയുന്ന ചില നർമ്മങ്ങളെ ഞാനിങ്ങനെ ഓർത്തു പോകുന്നത്. ഇപ്പം
പാണ്ടിപ്പട എന്ന് പറയുന്ന സിനിമയുടെ അവസാനം മേത്ത് മുഴുവൻ ഒരു മയിൽപീലിയൊക്കെ വെച്ചൊരു വേഷം കെട്ടി സലീമേട്ടൻ പോയിട്ട് പെട്ടെന്ന് പറയും, സലീമേട്ടനോട് കൊച്ചിൻ ഹനീഫൊക്കെ വന്നിട്ട് പറയും, നീ പോയി ഒളിച്ചിരിക്കുക, ഇവ പോയി ഒളിച്ചിരുന്ന നിന്നെ ഈ വേഷത്തിൽ നീ ഒളിച്ചിരുന്ന നിന്നെ ആരും കണ്ടുപിടിക്കൂല. പിന്നെ സലീമേട്ടൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഐ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ ഒളിച്ചിരിക്കുന്നത് വെറുതെ ആവൂലേന്ന്. അപ്പൊ ആ വിറ്റ് ശരിക്കും ഹനീഫൊക്കെ ഇത് കേട്ടിട്ട് അത് സത്യമാണല്ലോ എന്നുള്ള പോലെ ചിന്തിച്ചിട്ടൊരു ഈ മണ്ടത്തരം തമാശ ഹനീഫ് ഇവര് തമ്മിൽ സുന്ദരപുരുഷൻ ഒരു പടമുണ്ട്. നിനക്ക് എത്ര തരാനുള്ളത്? 18-ാം തീയതി 18 ലക്ഷം രൂപ, അല്ല 12,000 രൂപ. ഞാൻ 19-ാം തീയതി ആയിരുന്നു, തന്നല്ലോ. നിനക്ക് എത്ര തരാനുള്ളത്? തന്നല്ലോ. ഉണ്ട്. പഞ്ചാബി ഹൗസിലെ ഗംഗാധരൻ മുതലാളി നല്ലവനാണ്, മണ്ടനാണ്, എന്തൊരു അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എത്ര എണ്ണമാണ്. നിനക്ക് എത്ര കൊല്ലമായിട്ട് ഇവനറിയാം? 29 കൊല്ലമായിട്ട് അറിയാം. 28 വയസ്സ്. എന്റെ കാശപ്പത്തരും അത് പറ. മറ്റേ പഞ്ചാബി ഹൗസിലെ മറ്റേ ഈ കണക്ക് തിരിച്ചു പറയുന്നുണ്ടല്ലോ, എന്റെ കാശപ്പത്തരും. ഇത് പറയാ ഒരു വിറ്റും കൂടെ പറഞ്ഞിട്ട് ജോണിച്ചേണ്ടി. അതായത് ഈ നരേന്ദ്രൻ മകൻ ജയകാന്ത മക എന്ന് പറയുന്ന പടത്തിൽ അദ്ദേഹം ഒരു ആനപ്പാപ്പാനാണ്. കിട്ടുണ്ണി ആന BA സർട്ടിഫിക്കറ്റ് ഇട്ടിട്ട് ആനപ്പാപ്പാനാണ്. അപ്പോ ജനാർദ്ദനൻ ചേട്ടൻ ഒരു മൂട്ടക്കാർ ഓടിച്ച് വീട്ടിൽ വരും. അസിൻ ചെയ്യുന്ന സ്വാതി എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ വിളിക്കുമ്പോൾ വിറ്റത്ത് കാറിലെ മൂലയ്ക്ക് ഹനീഫിക്ക് നിപ്പുണ്ടൊരു ആനയൊക്കെ ആയിട്ട്. അപ്പം വന്ന് നിർത്തിയിട്ട് ജനാർദ്ദനൻ ചേട്ടൻ സ്വാതി എന്ന് വിളിച്ചപ്പോ അവിടുന്ന് ഓടി വരും കൊച്ചു ഹനീഫൊക്കെ. എന്തോ എന്ന് വിളി കേൾക്കും. ജനാർദ്ദനൻ ചേട്ടൻ ചോദിക്കും, നീയാണോ സ്വാതി? പുള്ളി ആലോചിച്ചിട്ട് സ്വാതി ഞാനല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു. അതും അതേപോലെ തിളക്കത്തൊരു സംഭവമുണ്ട്. ഞാൻ പൊട്ടിച്ചിരിച്ച അത് സിനിമയിൽ അങ്ങനെ ആളുകൾ എടുത്തുന്നല്ല, ഞാൻ അവിടെ നിന്ന് ചിരിച്ചുപോയി ആ സീനിൽ. അപ്പൊ ഗുണ്ടയാണ് പുള്ളി, ഗുണ്ടഭാസ്കരനാണ്. ഗുണ്ടഭാസ്കരൻ വന്നിട്ട് എന്നെ ഒന്ന് പേടിപ്പിക്കും. കാരണം പുള്ളിനെ പഠിപ്പിച്ച മാഷാണ് വേണുചേട്ടൻ. അപ്പൊ വേണുചേട്ടന്റെ മോളന് ഈ ബിന്ദുപണിക്കനെ ഞാൻ കല്യാണം കഴിച്ചേക്കണ സ്ത്രീധനം ചോദിച്ചിട്ട് തർക്കമുണ്ടായിട്ട് ഈ ഗുണ്ടഭാസ്കരൻ വന്നിട്ട് ചൂടാവും എന്നോട് അങ്ങോട്ട്. അപ്പൊ എന്താന്നൊക്കെ പറഞ്ഞ് ഗുണ്ടഭാസ്കർ ചൂടാകുമ്പോ വേണുചേട്ടൻ, ഭാസ്കരാ പ്രസന്റ് സാർ, പഴയ വിദ്യാർത്ഥി പ്രസന്റ് സാർ എന്ന് പറയുന്നത്. ഇനി പറഞ്ഞ ഒരുപാട് പേര് നോട്ട് ചെയ്തിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുള്ള സംഭവം ഈ കുഞ്ഞു കാര്യങ്ങൾ, ഒരു കുട്ടിത്തത്തോടെ ചില കാര്യങ്ങൾ പറയുന്നത് ഭയങ്കര ചിരി ഉണ്ടാകും. ഇപ്പം ഇവര് ഒന്നിച്ച പടാ, ഇപ്പം നസറെല്ലാം ഉള്ളൊരു പടാ ഉദയവർ സുൽത്താൻ. അതിനകത്ത് ഹനീഫ്കയുടെ ബ്രദേഴ്സാ, ഇവര് മുസ്ലിം ഫാമിലിയാ. ഇവര് തടിക്കച്ചവടക്കാരാ. അപ്പൊ ഇവര് കൊട്ടാരം അളക്കുന്നു, അതിന്റെ വീതം കിട്ടാൻ വേണ്ടിയുള്ള ചങ്ങലയിടുന്നു. അപ്പൊ നമ്മുടെ കുത്തിയിട്ടുള്ള സാധനം ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ ഒരു തടിയുണ്ട്. അപ്പൊ ഹനീഫ്ക ഇങ്ങനെ അളവ് നോക്കിയിട്ട് കറക്റ്റ് എന്താ ഇത് തേക്കാണെന്ന്. കേട്ടതാ. പിന്നെ ഇവര് ആലംബന, അതൊക്കെ എനിക്ക് തോന്നുന്നു എന്താണ് ഞാൻ ആലംബനാന്ന് പറഞ്ഞു. അങ്ങനത്തെ ഈ പാണ്ടിപ്പട ആ ഒരു സെറ്റ് ഓഫ് സിനിമകളിലെ കഥാപാത്രങ്ങളും ഇവര് തമ്മിൽ ഉണ്ടാക്കി. മഴത്തുള്ളി കിലുക്കത്തിൽ ഇവരുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഉള്ളി ശിഷ്യനും അയാളുമാര്. ഇതിന് പുലിവാൽ കല്യാണത്തിൽ ഇവര് വേറൊരു കോമ്പിനേഷൻ. അതുപോലെ തന്നെ അശോകൻ ചേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ. പഞ്ചാബി ഹൗസ് പോലുള്ള സിനിമകളില് അവരുടെ ഒരു കോമ്പിനേഷൻ വളരെ വലുതാണ്. ജോണി ചേട്ടൻ അശോകൻ ചേട്ടൻ പേരും പറഞ്ഞു. തളികയില് ഇവര് 3 പേരും കൂടി ഒരു സീൻ ഉണ്ടല്ലോ, അശോകൻ ചേട്ടൻ, ദിലീപ്, ഹനീഫിക്കയുടെ റൂമിന്റെ ഉള്ളില് മറ്റേ ഇത് അതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എന്റെ ഉപ്പാട് വന്നുപോയാണ്. ഇവര് രണ്ടുപേരും സൂപ്പറായിട്ട് ചെയ്തു. പക്ഷെ പുള്ളി അങ്ങനെ ലയിച്ചിട്ട് ടോമഞ്ചേരി ആയി പുള്ളി. അതുകൊണ്ട് അതിലെ ഒരു പഴം കടിക്കാൻ പോയിട്ട് പ്ലേറ്റ് പ്ലേറ്റ് എറിയുന്ന, അതായത് നമ്മള് നൂലേക്ക് അപ്പൊ പ്ലേറ്റ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക, എറിയാം നൂലേക്ക് ഇട്ടിട്ടിങ്ങനെ. അപ്പം കറക്റ്റ് അനുക്ക ഇങ്ങനെ കടിക്കാൻ പോകുമ്പോ പെട്ടെന്ന് പോയോ, കഴിച്ചില്ലല്ലോ, കഴിച്ചില്ല. അങ്ങനത്തെ കാര്യമൊക്കെ അനൂപ്കയെ പോലെ ആള് പറഞ്ഞാലേ ചെയ്താലേ നിൽക്കുള്ളൂ. അതിനിടയിൽ ഒരു അച്ഛന്റെ ഫോട്ടോ പൊട്ടിയിട്ട് അച്ഛാ എന്നും പറഞ്ഞിട്ട് സെന്റിമെന്റ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോ പലതവണ നമ്മൾ ആവർത്തിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഹനീഫ്ക്ക് അശോകൻ ചേട്ടൻ ഒന്ന് ഓർക്കുന്നു, കാണാം. ഞാനൊക്കെ മിമിക്രി തുടങ്ങുന്നത് തന്നെ ഹനീഫിക്കയുടെ മിമിക്രി കണ്ടുകൊണ്ടാണ്. അന്ന് അവാർഡ് നിശകളിലെല്ലാം ഹനീഫിക്കയുടെ മിമിക്രി ഉണ്ടാവാറുണ്ട്. അത് എറണാകുളത്താണെങ്കിലും വേറെ എവിടെയാണെങ്കിലും വീട്ടിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ട് ഞാനത് കാണാൻ പോകും. എനിക്കൊന്ന് മിമിക്രിയിലേക്ക് വരാനുണ്ടായ ഒരു പ്രചോദനം ഹനീഫിക്ക തന്നെയാണ്. അന്ന് ഒരുപാട് സിനിമാ താരങ്ങളെ ഹനീഫിക്ക കാണിക്ക് വരുന്നത്. എറണാകുളത്ത് തന്നെ ഒത്തിരി പരിപാടികൾ. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിക്കോട്ടിനടുത്തുള്ളൊരു സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് ഹനീഫിക്കയുടെ പ്രോഗ്രാം കാണുന്നത്. പിന്നെ ആൽബസ് സ്കൂളിൽ ഹനീഫിക്കയുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് പെർമിഷൻ ചോദിച്ചിട്ട് ഹനീഫിക്ക കുറേ താരങ്ങളെ കാണിക്കും. പക്ഷെ അന്ന്
അനീഫിനെ കാണാൻ വേണ്ടി ഞാൻ ശരിക്ക് കൊതിച്ചിട്ടുണ്ട്. സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേജിൻ്റെ പുറകിൽ പോയി നിന്നിട്ട് അനീഫിക്കയുടെ പുറകെ ഞാനിങ്ങനെ ഓടിയിട്ടുണ്ട്. കാറിൽ കയറുന്ന സമയം, അംബാസഡർ കാറിലേക്ക് ഓടിക്കയറുന്ന ആ സമയത്തൊക്കെ അത് കാണാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചിട്ടുണ്ട്. പിന്നീട് ആ അനീഫിക്കയുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞ സമയത്താണ് അനീഫിക്കയുടെ ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അനീഫിക്ക് പറഞ്ഞ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്, കാരണം അനീഫിക്കയുടെ ഒരു സ്വഭാവം ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും അനീഫിക്ക ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുള്ളൂ. ചെറിയ തമാശ പോലും ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഫിക്ക. നേരത്തെ സലീമേട്ടൻ CID മൂസയുടെ ഒരു സംഭവം പറയാൻ വന്നപ്പോഴാണ് ഈ CID മൂസ തമാശക്കാരുടെ പെരുന്നാളാണ്. അതായത് അമ്പിളിച്ചേട്ടൻ മുതലും കൂടെ തുടങ്ങിയാൽ അനീഫ്കയാണെങ്കിൽ എല്ലാ തമാശയ്ക്കും ചിരിക്കുകയും ചെയ്യും. ഇത് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യും, ആരും മോശക്കാരല്ല ഇതിനകത്ത്. പക്ഷേ ഇദ്ദേഹമുള്ള എനിക്കൊരു അനുഗ്രഹമായിരുന്നു. കാരണം ഇദ്ദേഹം വെറുതെ അത് കൊള്ളത്തില്ല എല്ലാവരും അത് വേണ്ട എന്ന് പറയാനുള്ളൊരു ഇതല്ല. പക്ഷെ എല്ലാ സീനിലും ഭ്രാന്തനില്ല. ഭ്രാന്തനില്ലാത്ത സീനിൽ ഞാൻ ഇക്കോട്ടൊന്ന് വട്ടം ഇട്ടിട്ടുണ്ട്. അതെ, കാരണം ഒന്നും എടുക്കാനും വല്ല ചിലർക്കുണ്ടല്ലോ അവരുടെ സജഷൻ എടുത്തില്ലെങ്കിൽ വിഷമം. പക്ഷേ ഈ അനീഫ്ക എന്ന് പറഞ്ഞ അനീഫ്ക ഓക്കെ ആണ്, അനീഫ്ക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് സപ്പോർട്ടീവ് ആയിരുന്നു. അത് അപ്പം ഈ കോമഡിയുടെ നമ്മുടെ അനീഫ്കയുടെ പ്രശ്നം നമുക്ക് ഒരിക്കലും ഏതാണ് എടുക്കേണ്ടതെന്നുള്ളത് അനീഫ്കയുടെ പ്രശ്നത്തിൽ ഒരിക്കലും തീരുമാനം എടുക്കാൻ പറ്റില്ല. തിരിച്ചു കളയും. അനീഫ്ക ചിരിച്ചു, ഇനി ഓക്കെ എന്ന് പറയും. ഇപ്പം മുമ്പേ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ ഇതിനകത്ത് വേറെ കാര്യം, ഞാൻ ഈ നമ്മുടെ ഈ അനീഫ്കയുടെ ഉമ്മ മരിക്കുന്ന ഒരു സംഭവം ഞാൻ 1-2 സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളൂ, എന്നാലും പറയാം. അതായത് മൂസയുടെ ഏറ്റവും വലിയ ഒരു സ്ലാപ്സ്റ്റിക്കാണ് ഈ പറഞ്ഞ പോലെ. ഈ മുകളിലോട്ട് പോകുമ്പോൾ സലീം ബൈ ചുറ്റി വെച്ച് അടിക്കുന്നു, താഴോട്ട് വീഴുന്നു, വലിവണ്ടി, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. പാട്ടിന്റെ അത് ഈ സ്ലാപ്സ്റ്റിക് ആയതുകൊണ്ട് ഒരുപാട് ഷോട്ട് സ്റ്റേഡിയത്തിന്റെ അവിടെ. അപ്പൊ ഒരുപാട് ഷോട്ട് കട്ട് ചെയ്യണം, ഒരുപാട് ആംഗിൾ എടുക്കണം. അതും അന്ന് ഇന്നത്തെ പോലത്തെ വേറെ ഫിലിമിലാണ് ഇത് എടുത്തോണ്ടിരിക്കുന്നു. അനീഫ്ക വളരെ കാര്യമായിട്ട് അഭിനയിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ എന്നോടൊന്ന് ചോദിച്ചു, യൂണിക് അപ്പോൾ ഒരു വിത്തൗട്ട് ബ്രേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2:30. അപ്പം അപ്പുറത്തിന് ബ്രേക്ക് ഇല്ലായിരുന്നു. അപ്പോൾ 2:30 ആയപ്പോൾ എന്നോട് വന്നിട്ട് ചോദിച്ചു, കഴിഞ്ഞില്ല എൻ്റെ പോർഷൻ. ഞാൻ പറഞ്ഞു അനീഫ്ക കഴിഞ്ഞു. ഞാൻ ജോഡി ഇങ്ങനത്തെ ഒരു സീക്വൻസ് എടുക്കുമ്പോൾ പറയരുതല്ലോ എന്ന് വിചാരിച്ചാൽ എൻ്റെ ഉമ്മ മരിച്ചു പോയി. നമുക്കൊരു വലിയ ഷോക്കായി. അപ്പോൾ ഞാൻ ആലോചിക്കാറ് ഈ മനുഷ്യൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ്. പിന്നെ അതേ ഒരു സംവിധായകനായിരുന്നു. അല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സീനൊക്കെ എടുക്കുമ്പോൾ ഇനി അത് പറഞ്ഞ് ഞാൻ പോയാൽ ഈ കോമ്പിനേഷൻ പോകും, പിന്നെ സലീം ഒരു വഴിക്ക് പോകും, അച്ചോൻ ഒരു വഴിക്ക് പോകും, പിന്നെ കിട്ടാൻ പാടുപെടും എന്നൊക്കെ പറഞ്ഞിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ശരിക്കും നമുക്ക് തന്നെ അന്നത്തെ ദിവസം. പിന്നീട് അനീഫ്കയെ കുറിച്ച് പറയുമ്പോൾ എല്ലാം ഓർക്കുന്ന ഒരു മെയിൻ കാര്യമല്ല. ഒരാളെയും കൂടെ ഞാനൊന്ന് വിളിക്കുകയാണ്. ഒരുപാട് സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭിനേതാവാണ്. മിമിക്രിയിൽ അദ്ദേഹം രാജാവാണ്. ആ സ്ഥാനം അവിടെ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ വേദികളിൽ ഹനീഫയ്ക്ക് ഏറ്റവും ഗംഭീരമായി അവതരിപ്പിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കയ്യടികൾ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ്. യന്ത്രൻ എന്ന് പറയുന്ന ചിത്രത്തിൽ ഹനീഫക്ക അഭിനയിച്ച ശേഷം ഡബ് ചെയ്യുന്നതിന് മുമ്പാണ് അദ്ദേഹം നമ്മളെ വിട്ടു പോയത്. ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ അന്വേഷിച്ച് ആ ചിത്രത്തിൽ ഏറ്റവും റിയലിസ്റ്റിക് ആയി അദ്ദേഹത്തിന്റെ ശബ്ദം ഡബ് ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചുകൊണ്ടുപോയ ഒരു മലയാളിയാണ്. ഹൃദയപൂർവ്വം ഓർമ്മയിൽ നിന്നും കൊച്ചു ഹനീഫ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഭിനേതാവ് പ്രിയപ്പെട്ട കോട്ടയം നസീർ. നമസ്കാരം. ഒരുപാട് തവണ ഹനീഫയ്ക്കയുടെ മുന്നിൽ അദ്ദേഹത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. കാട്ടുചെമ്പകം പോലെയുള്ള സിനിമകളിൽ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടും കൂടെയുള്ള ആളായിട്ടും, ഉദയപുരം സുൽത്താൻ പോലെയുള്ള സിനിമകളിലൊക്കെ ഈ ഹനീഫയ്ക്കയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ സിനിമയിൽ വേണമെന്നുണ്ടെങ്കിൽ ഹനീഫയ്ക്കയുടെ അനിയൻ, ചേട്ടൻ, ബന്ധുക്കൾ വേണമെങ്കിൽ അപ്പം നസീർക്കയാണ് കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത്, വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആദ്യം കണ്ടതും ഓർമ്മകളും പരിചയപ്പെട്ടതും ഒക്കെ? എനിക്കൊന്ന് അനീഫ്ക ആദ്യമായിട്ട് ഞാൻ മമ്മൂക്കയുടെ ഒരു ഷോ ഗൾഫിൽ ഈസ്റ്റ് കോസ്റ്റ് സാറിൻ്റെ ഷോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ആ പ്രോഗ്രാം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അകത്ത് കൊണ്ടുപോയിട്ട് ഇവരെല്ലാം പരിചയപ്പെടുത്തി. അപ്പോൾ എന്നെ കാണിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഒത്തിരി കൊല്ലമായി. അപ്പോൾ പറഞ്ഞു ഇത് കോട്ടയം നസീർ നന്നായിട്ട് നിങ്ങളൊക്കെ അനുകരിക്കുന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു സാഹസം ഒരുക്കിയിട്ട് ഞാൻ അനീഫ്കയൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒറ്റപ്പാലത്ത് അരമനവീട് 500 ഏക്കറിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന ഒറ്റപ്പാലം ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചു ഞാനത്. അന്ന് മമ്മൂക്ക അനീഫ്കയൊക്കെ ഒരു സിനിമയുടെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുണ്ട്. അന്ന് അനീഫ്ക എന്നെ വിളിച്ചുകൊണ്ട് പോയി റൂമിൽ കൊണ്ടിരുത്തി ഒരുപാട് നേരം സംസാരിക്കുകയും വീട്ടിലെ കാര്യങ്ങളും വീട്ടുകാരെക്കുറിച്ചും പിന്നെ സിനിമയിൽ ചെയ്യേണ്ട റോളുകളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് സംസാരിച്ചു.
എനിക്ക് ഓർമ്മയുള്ള ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ അനീഫ്ക്കാടെ അനിയൻ നൗഷാദ്ക്കാടെ കല്യാണം എറണാകുളം ടൗൺ ഹാളിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ അതിനെന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ടൗൺ ഹാളിൻ്റെ പുറത്ത് ഇങ്ങനെ ആൾക്കാരെ സ്വീകരിക്കാൻ എന്ന കൂട്ടത്തിൽ ഞാനും അനീഫ്ക്കയുടെ കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ വരുന്നവരെല്ലാം എന്നെ അനീഫ്ക്കയെ മാറി മാറി നോക്കിയിട്ട് അകത്തോട്ട് കയറി പോകുന്നു. അപ്പോൾ അനീഫ്ക്ക പറയാ, അവർ വിചാരിച്ചിരിക്കുന്നത് നീ എൻ്റെ അനിയനാണെന്നാ. അതെ, ഭയങ്കര കാര്യമായിരുന്ന സമയത്തൊക്കെ. ഞാനതാ പറഞ്ഞത്, പല സിനിമകളിലും ഒരേപോലെ നിങ്ങൾ കാട്ടിയമ്പകത്ത് ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നൊക്കെ ഉണ്ടല്ലോ. കാട്ടിയമ്പകത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചത്. വേറൊന്നുമല്ല, നമ്മൾ ഇപ്പോൾ ഒരാളെ അനുകരിക്കുമ്പോൾ വിത്തിൻ സെക്കൻഡ്സ് ആണ് നമ്മൾ അയാളെ ഒന്ന് അനുകരിക്കുന്നത്. ശരി, 2 മിനിറ്റ് വെച്ചോ പരമാവധി. 1 മിനിറ്റ് ഒക്കെ നമ്മൾ അയാളെ പോലൊക്കെ നിന്നു അല്ലെങ്കിൽ അനുകരിക്കുന്നതൊക്കെ ഓക്കെയാണ്. ഒരു സിനിമയിൽ ഒരു കഥാപാത്രമായിട്ട് ഫുൾ ലെങ്ത് നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിലൊരു ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യും. അതെ. അപ്പൊ എന്നോട് ആദ്യം വിനയൻ സാറ് പറഞ്ഞത് അനീഫ്ക്കയുടെ ടോണിൽ തന്നെയൊക്കെ നീ സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ അത് അതിനേക്കാളും കുഴപ്പമാകും. കാര്യം മിമിക്രിയുടെ ഒറിജിനൽ ആള് കൂടെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ എനിക്ക് അതൊരു വലിയ വിഷമായി. ഹനീഫ്ക്ക ഫ്രണ്ട് നടക്കും, ഞാൻ ഇതേപോലെ ശ്വാസം പിടിച്ച് നടക്കണ്ടേ? അതായത് കിരീടത്തില് ഹനീഫിക്ക നടന്ന പോലെ ഹനീഫിക്കയുടെ പുറകെ ഞാൻ നടക്കേണ്ട അവസ്ഥയായി. പക്ഷെ എന്താണ് പറയാ, ഈ പറഞ്ഞ പോലെ വളരെ സന്തോഷകരമായിട്ട് എപ്പോഴും നമ്മുടെ അടുത്ത് പെരുമാറുകയും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന തമാശയ്ക്ക് ഇപ്പൊ നേരത്തെ ഞാൻ കേൾക്കായിരുന്നു, വലിവായിൽ ചിരിക്കുകയും ഇത്രയും തമാശ ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരാളല്ലേ, അത് എന്തൊരു വലിയ ചിരിയാണ്. ചെറിയ തമാശ, ചെറിയ തമാശ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് കിട്ടിയൊരു ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ പറയണില്ല, ചിലപ്പോൾ അത് ഒരു നിമിത്തമായിരിക്കാം. ഈ പറഞ്ഞ പോലെ എന്താണ് എന്തരും സിനിമയിൽ ഡബ് ചെയ്യാൻ വേണ്ടി അതെനിക്ക് കലാഭവമണിയാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. മണിയോടാണ് അന്വേഷിച്ചത്, ശങ്കർ സാർ ഇങ്ങനെ ആരാണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. അതിന് തൊട്ടു മുമ്പ് ഇടവേള ബാബുച്ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, അനീഫ്ക്ക ഇത്തിരി അസുഖമായിട്ട് മദ്രാസ് ഹോസ്പിറ്റലാണ്, ഒന്ന് വിളിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ അനീഫ്ക്ക പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒരാഴ്ച കൊണ്ട് ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞ് 2 പടം ഡബ് ചെയ്യാനുണ്ട്, തമിഴ് പടമാണ്, ഒന്ന് എന്തിരനും മദ്രാശി പട്ടണവും. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അനീഫ്ക്ക മരിച്ചു. അത് 2 ഞാനാ പോയി ചെയ്തത്. പിന്നെ ചെയ്യേണ്ടത് അത് ഈ പറഞ്ഞതുപോലെ അവിടെ ചെന്ന് ചെയ്യുക എന്ന് പറയുന്നതിനകത്ത് ആ സിനിമ അതിൻ്റെ അകത്തൊരു പെർഫെക്ഷൻ വളരെ വലുതാണ്. ഇന്നത്തെ മറ്റേ പരിപാടികളൊന്നും അല്ലല്ലോ. അതുമല്ല, മിമിക്രിയിൽ ഒരു വേദിയിൽ അനുകരിക്കുന്ന ഒരു ഹനീഫിക്കയുടെ റൂട്ടല്ല ആ സിനിമയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. വളരെ സെപ്റ്റിലായിട്ടുള്ള ഒരു പരിപാടികളാണ്. ഒരു നടനെന്നുള്ള നിലയിലും അദ്ദേഹം വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ള ഒരാളാണ്. ജോണി ചേട്ടനോട് ഞാൻ ചോദിക്കാം, അദ്ദേഹം ഒരു സംവിധായകൻ കൂടെയാണ്, അതും സൂപ്പർ ഹിറ്റ് പടം സംവിധാനം ചെയ്ത്. അങ്ങനെയല്ല, അത് വാത്സല്യം പോലൊരു സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ചില കാണുന്ന പുതിയ ആളുകൾക്കെങ്കിലും വാത്സല്യം എന്ന സിനിമയെ കുറിച്ച് നമ്മൾ അറിയുന്നുണ്ടെങ്കിലും അതിന്റെ സംവിധായകൻ കൊച്ചിൻ ഹനീഫിക്കയാണെന്നുള്ളത് അറിയാത്ത ആളുകൾ ഒരുപക്ഷെ നമ്മുടെ ഇടയിലുണ്ടാവും. സംവിധായകനായ ഹനീഫിക്ക എപ്പോഴെങ്കിലും സംസാരിക്കുമോ? നിങ്ങളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ഷോട്ടിനെ കുറിച്ചോ ഒരു ആംഗിളിനെ കുറിച്ചോ ഒക്കെ സംവിധായകനായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എനിക്ക് തോന്നുന്നു ഒരിക്കൽ പോലും പുള്ളി ഇല്ല, ഒരിക്കൽ പോലും ഇടപെടില്ലായിരുന്നു. ഈ തമാശക്കുള്ള എന്തെങ്കിലും സജഷൻസ്, ചിലപ്പോൾ ഒരു ഒറ്റ ഷൂട്ടിൽ പോയാൽ നല്ലതായിരുന്നു, അങ്ങനെയൊക്കെ ചിലത്, അല്ലാതെ ഒരു കാരണവശാലും അത് ഇടപെടുകയില്ല. പിന്നെ എനിക്ക് ഈ പറഞ്ഞ അനീഫ്ക്കയുടെ ചില സിനിമകൾ, അനീഫ്ക്ക ഞാൻ എപ്പോഴും പറയാറുണ്ട്, അനീഫ്ക്ക കഥാകൃത്തായിരുന്ന കുറേ കാലഘട്ടമുണ്ട്. ഇതിഹാസം ഞാൻ നമുക്കറിയാലോ, ഒരു വീട്ടിൽ DGP നസീർ സാറ്, പോലീസ് കമ്മീഷണർ സോമേട്ടൻ മോൻ, പബ്ലിക് പ്രോസിക്യൂട്ടർ സുകുമാരേട്ടൻ, വേറൊരു മോൻ, ഒരു വലിയ സ്റ്റെപ്പ് ഉണ്ടാവും. ഞാനത് ചോദിച്ചിട്ടുണ്ട് അനീഫ്ക്കയോട്. നസീർ സാർ ഇങ്ങനെ വരുമ്പോൾ സൈഡിൽ നിന്ന് സുകുമാരൻ സോമൻ 3 മക്കള് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശ്രീവിദ്യാമ്മ, ജലചേച്ചി, കിൽക്കാൻ പറ്റിയായിട്ടൊരു പെങ്ങള്, അങ്ങനത്തെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഈ വീട്ടിലെ ഈ പെങ്ങളെ തന്നെ ജോസ് പ്രകാശ് സാറ് ബലാത്സംഗം ചെയ്യുമെന്നുള്ളതാണ്. കമ്മീഷണർ എല്ലാവരും ഞാൻ കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ വില്ലൻ അദ്ദേഹമായിരിക്കും. ഇവിടെ തന്നെ പോയി ബലാത്സംഗം ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ അനീഫ്ക്കയോട് ചോദിച്ചിട്ടുണ്ട്. അനീഫ്ക്ക ചിരിക്കും. അനീഫ്ക്കക്ക് ഈ വക്കീലന്മാരിലും ജഡ്ജിമാരിലൊക്കെ കൈവശം കൊടുക്കും. ഞാൻ പറഞ്ഞാണ്, നിങ്ങൾക്ക് എന്താ കൈവശം തന്നിട്ടില്ല, എല്ലാ പടത്തിലും കോടതിയും വക്കീലും ഉണ്ടാവും. ആ വാത്സല്യത്തിലെങ്കിലും ഈ സിദ്ദിഖാക്ക് വേറെ എന്തെങ്കിലും ജോലി കൊടുക്കാഞ്ഞില്ലേ, അപ്പൊ പുള്ളി ഒറ്റ ചിരിയായിരുന്നു. വക്കീല് പഠിച്ചിട്ട് മറ്റേ പറ്റിക്കലാണ്. ഞാൻ അതുപോലെ പറഞ്ഞപ്പോഴാണ് ഞാൻ അനീഫ്ക്കയോട് ചോദിച്ചിട്ടുണ്ട്, വാത്സല്യത്തിലെ മമ്മൂക്ക വീട് വിട്ട് ഇറങ്ങിപ്പോയി, എല്ലാരും പോയി, സിദ്ദിഖേട്ടൻ മാത്രമാകുമ്പോ ഒരു രാത്രി സ്വപ്നം കാണുന്നുണ്ട്. പുള്ളി ഒരുപാട് പേര് വന്നിട്ട് നിന്നെ ഞാനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. ഞാൻ അനീഫ്ക്കയുടെ കോൺട്രിബ്യൂഷൻ അല്ലാതെ
കറക്റ്റാ സലീമായി പറഞ്ഞത്. ശരിക്കും പറഞ്ഞ ഈ ആട്ടക്കലാശം എന്ന് പറയുന്ന സിനിമയില്ലേ, ആ ആട്ടക്കലാശം സിനിമയിലായിരുന്നു അനീഫ്ക്ക് ആ സമയത്തല്ലേ ഒരു ഭയങ്കര ഒരു ഒരു നമ്മുടെ അതെ, ഭാര്യയെ വെട്ടിക്കൊന്നിട്ട്. വെട്ടിക്കൊന്നിട്ട് ഈ ചുഴലി വന്നിരുന്ന ഒരു ഈ ക്യാരക്ടറൊക്കെ ചെയ്ത് ഞാനൊക്കെ അന്നാണ് ശരിക്കും പറഞ്ഞ അനീഫ്ക്ക് തിരിച്ചറിയണം. അതിനു മുമ്പ് ചിലപ്പം പിന്നീടാണ് ഇപ്പൊ സിനിമ കാണുമ്പോഴാണ്, പഴയ സിനിമ കാണുമ്പോഴാണ് അവിടെ ഇവിടെയൊക്കെ അനീഫ്ക്ക് ഉണ്ടാവും. ഇഷ്ടം പോലെ. അതായത് രക്തമില്ലേ, രക്തം, രക്തത്തിൽ സംസാരിക്കാൻ പറ്റാത്ത പൊട്ടനായിട്ട് ഭയങ്കര രസമായിരുന്നത് ജോഷി സാറിന്റെ പടം. അല്ല, ഹനീഫ്ക ഈ നമ്മൾ ജഗ്ഗു എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടല്ലോ, അതായത് കൊള്ളത്താവളങ്ങൾ, ഈ കൊള്ളക്കാർ ഒളിച്ചിരിക്കുകയൊന്നുമല്ല, കൊള്ളക്കാരൊരു താവളം ഉണ്ടാക്കി അവിടെ അവിടെ ഒരു സിസ്റ്റവും പോത്തിന്റെ തലയും അതിന് 2 ചുമല കണ്ണും ടൈറ്റ് ടീഷർട്ട്, തടിമില്ലിലെ പോലത്തെ കുറെ ലൈറ്റുകള്, സന്ധ്യ ആയി കഴിഞ്ഞാൽ ചെറിയൊരു ക്യാബറെ, അവിടെ ഇവർക്ക് വേറെ ബാങ്ക് മോഷ്ടിക്കുക, ക്യാബറെ കാണുക. ആ സംഘങ്ങളിൽ ഒരുപാട് സിനിമകളിൽ ഈ എസ് ബോസ് പറയുന്ന സംഘത്തിൽ ഹനീഫൊക്കെയുണ്ട്. എസ് ബോസ് എന്ന് പറയുന്ന ഒരേപോലെ 2 പടത്തിൽ ജോസ് പ്രകാശ് സാർ പുള്ളിയെ വെടിവെച്ച് കൊല്ലുന്ന കണ്ടിട്ടുണ്ട്. രണ്ടും ചതിയാ. കാരണം ഇന്നലെ വരെ ഹീറോയോടെ നിന്ന് ഇന്ന് വന്ന് പുള്ളിക്ക് ഒരു ഉപകാരം ചെയ്തിട്ട് പ്രതിഫലമല്ലേ അടിച്ചടിച്ച് അപ്പൊ തന്നെ. അപ്പൊ പുള്ളിക്കൊരു ന്യായമുണ്ട്. അത് അനീഫ്ക്കയുടെ കഥ അല്ല, ജോസ് പ്രകാശ് സാറിന്റെ ഒരു ന്യായമുണ്ട്. ഇന്നലെ വരെ ചോറ് കൊടുത്ത് കൈക്ക് കൊത്തി അവൻ നാളെ എന്നെ കൊത്തില്ലെന്ന് എന്താ ഉറപ്പ്? ഉണ്ട്. ഹനീഫ്ക്കടെ ഫസ്റ്റ് പടം സ്ക്രിപ്റ്റ് കഥ എഴുതുന്ന പടം പുള്ളിയുടെ പേര് അല്ല പറഞ്ഞത്, വേറെ ആരുടെ പേരിലാണ്. കാരണം പുള്ളിയുടെ പേരിൽ ഹനീഫ് വേണ്ട എന്ന് പറയുമെന്ന് പുള്ളിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ വേറൊരാൾ എഴുതിയാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ആദ്യമായിട്ട് ഈ കഥ കൊണ്ട് കൊടുക്കണത്. അതെടുത്തു. അല്ല, അത് ഇപ്പൊ ഈ സരിമേട്ടൻ പറഞ്ഞ കാര്യം, നമ്മള് ഈ നർമ്മം പറയുന്ന ഒരാള് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമെന്ന് വിചാരിച്ചില്ലെന്നൊക്കെ നമ്മളോടൊക്കെ പറയാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല സജഷനോ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം ഒരു സ്ഥലത്ത് പറഞ്ഞാല് നിങ്ങൾ ഇങ്ങനെ പറയുന്നു, അതെന്തിനാ ഇവർ ഇങ്ങനെ ഇതിനു മുമ്പ് വിചാരിച്ചു വെച്ചതെന്ന് അറിയത്തില്ല. പക്ഷെ ഹനീഫ്ക്ക അതിനകത്ത് ഈ 2 അറ്റവും, അതായത് ഈ ലവലേശം ചിന്തിക്കാത്ത ഒരാളായിട്ടുള്ള കഥാപാത്രം ചെയ്യണമെങ്കിൽ അതിന്റെ എക്സ്ട്രീമാണ്. മഹാനദി CID മൂസ പറക്കം തെളിയ ആ എക്സ്ട്രീം ഉണ്ട്. അത്ര എക്സ്ട്രീം ആയിട്ടുള്ള കഥാപാത്രങ്ങൾ 2 വശങ്ങളും എടുത്ത് ചെയ്തിട്ടുള്ള ഒരാളാണ് ഹനീഫ്ക്ക എന്ന് പറയുന്നത്. ഈ പത്രം, ലേലം പോലെയുള്ള സിനിമകളിലൊക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങളോ എന്താ സൂത്രധാരൻ അത് സംസ്ഥാന അവാർഡ് കിട്ടിയതാണ്. അത് ഹ്യൂമറും വില്ലനിസും കൂടെ ഒരേപോലെ കൊണ്ടുപോയിട്ട് മിസ്റ്റർ നന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ മാറി മറിയുന്ന ഒരു ഭയങ്കര. പിന്നെ വേറെ 2 വിഷയമാണ്. ഞാനൊരു ഡയറക്ടർ എന്നുള്ള പുള്ളിയെ പണ്ട് പോലെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയാം, 80കൾ മുതൽ പുള്ളി ഹിറ്റുകൾ കൊടുത്തോണ്ടിരുന്നു. ഈ പറഞ്ഞാൽ ഇതിഹാസം, രക്തം, ഇങ്ങനെ കുറെ പടങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ. 3 മാസം മുമ്പ് തമിഴിലെങ്ങാണ്ട് തായ്ക്കൊരു കാലഘട്ടം അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ജോഷി സാറുമായിട്ടൊരു വലിയ ബന്ധമുണ്ട്. കാരണം ജോഷി സാറിന്റെ കരിയറിന്റെ തുടക്കത്തിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമകളുടെ എഴുത്തിലൊക്കെ ജോഷി സാറിന്റെ ഒട്ടുമിക്ക എഴുത്തുകളും ആ കാലത്ത് പുള്ളി കഥ മോർക്കൻ സിനിമയിലുണ്ടല്ലോ, ജയനോട് ലൈറ്റർ കത്തിക്കുന്ന സംഘത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ജോഷി സാറിന് മിക്ക സിനിമകളിലും അവര് പഴയ ഫ്രണ്ട്സാണ് അവര്, ജോഷി സാറും ഹനീഫ്ക്കയും മദ്രാസിലൊക്കെ ചെയ്തിട്ടുള്ള ആ കാലം. പ്രിയൻ സാറിന്റെ പടത്തിൽ പുള്ളി ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് ഫുൾ അഭിനയിച്ചേക്കുന്നത്. താളപടത്തിൽ വേറെ ഒന്നുമില്ല, ലാലേട്ടനെ പിടിച്ചിടുക, ലോക്ക് ചെയ്യുക, അതേ ഉള്ളൂ. പക്ഷെ അഭിമന്യു എന്ന് പറഞ്ഞ അതൊരു ഉഗ്രം ക്യാരക്ടറാണ് അഭിമന്യു. ചില കാര്യങ്ങളിൽ ഈ ഹനീഫ്ക്കയുടെ ഒരു സ്കില്ല് മനസ്സിലാക്കുന്നത് ഫോർഗ്രൗണ്ടിലില്ല. മേഘം എന്ന് പറയുന്ന സിനിമയില് നിരന്നിരുന്ന് ചോറുണ്ണുന്ന ഒരു ഷോട്ടുണ്ട്. ഇങ്ങറ്റത്തുനിന്ന് വിളമ്പി ഒരു 6-7 ആർട്ടിസ്റ്റുകൾ ഇരുന്ന് ചോറുണ്ണുന്നുണ്ട്. ഇതില് ഫോർഗ്രൗണ്ടിൽ നിന്ന് ഒരു 5-ാമത്തെ 6-ാമത്തെ ആളാണ് ഹനീഫ്ക്ക. ഇവിടെയാണ് വിളമ്പും പണിയൊക്കെ നടക്കുന്നത്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ 5-ാമതിരിക്കുന്ന ഹനീഫ്ക്ക ചോറുരുള് ഉരുട്ടിയിട്ട് മണത്ത് നോക്കിയിട്ടാ തിന്നുന്നത്. എല്ലാ ചോറുരുളയും പുള്ളി. ഇതൊക്കെ നമ്മൾ 5-ാമതും 6-ാമതും പടം കാണുമ്പോഴേ ഇത് കാണുള്ളൂ. ഇതെടുത്ത് മണത്ത് നോക്കിയിട്ട് തിന്നും. അത് എന്തിനാണ് മണത്ത്? സാറിന്റെ കഥ പറഞ്ഞപ്പോഴാണ് ഞാനൊരു വേറൊരു സംഭവം. കിളിച്ചുണ്ടൻ മാമ്പഴത്തില് ഞങ്ങള് ലാലേട്ടനും ഞാനും ഒരു വഞ്ചിയിൽ ഒളിച്ചു താമസിക്കുകയാണ്. ശ്രീനിച്ചേട്ടനെ പേടിച്ചിട്ട് ഒരു വള്ളത്തിലാണ് ഒളിച്ചു താമസിക്കുന്നത്. അപ്പൊ ഹനീഫ്ക്ക ഞങ്ങളെ സഹായിക്കുന്ന ഒരാളാണ്, കലന്ത ഹാജിയ, അങ്ങനെ എന്തോ ഹാജിയാണ്. അപ്പൊ ഹനീഫ്ക്കയും ഞങ്ങളും കൂടി ഉള്ളൊരു സീനാണ് അകത്ത്, വള്ളത്തിന്റെ അകത്ത്. അപ്പൊ പ്രിയ സാർ എന്നോട് പറഞ്ഞു കറക്റ്റ് 5 മണിക്ക് നീ എത്തിക്കൊള്ളണം. ഹനീഫ്ക്കനോട് പറഞ്ഞു 5 മണിക്ക് എത്തിക്കണം എന്നുള്ളത്. ഞാൻ എത്തിയപ്പോ 5:30, ഹനീഫ്ക്ക എത്തിയപ്പോ 6 മണിയായി. അപ്പൊ പുള്ളി അതിൽ മാജിക് ലൈറ്റ് പോയെന്ന് പറഞ്ഞിട്ട് പുള്ളി
ഭയങ്കര ഒച്ചപ്പാടും ബഹളമുണ്ടാ. പക്ഷെ എടുക്കാം പുള്ളി പറയാ എടുക്കാം എന്ന് പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് ഇതാണ്. ഞങ്ങൾ രണ്ടുപേരും വള്ളത്തിലിരിക്കുന്നു, കലന്ത കാഞ്ചി സംഘവും സംസാരിക്കുന്നു, വാക്കു കൊടുക്കുന്നു. മറ്റേ ഹാജിര ഏത് ശ്രീനിവാസൻ ചേട്ടന്റെ ശബ്ദം വെളിയിൽ നിന്ന് കേൾക്കുന്നു. കലന്ത ഹാജി ഈ പുഴയിലേക്ക് എടുത്ത് ചാടുന്നു. പുഴ ഏതാണെന്നറിയാമോ? പുഴ നമ്മുടെ മുക്കത്തുള്ള പുഴ, ഇലവഴിഞ്ഞി പുഴയില് ഈ വള്ളം കെട്ടി വെച്ചിട്ട് കഴുക്കോലി കുത്തിയ നിർത്തിയേക്കാണ്. ആ കഴുക്കോലി ഇങ്ങനെ ഇരുന്ന് കാണിച്ചിട്ടിരിക്കാണ്. അത്ര ഒഴുക്കാണ്. താത്തി വെച്ച കഴുക്കോലി ഇങ്ങനെ ഇത് കാണിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യൂടാ എന്നോട്? എടാ എന്ത് ചെയ്യപ്പോ ഈ ഒഴുക്ക് കണ്ട നീ? അപ്പൊ എനിക്കൊന്നും അറിയില്ല. അപ്പൊ പ്രിയ സാർ, എടോ താൻ നോക്കി വർത്താനം പറയാറോ, അവിടെ ചാടണം നോക്കണോ, ഒരു സേഫായ സ്ഥലത്ത് ചാടണം നോക്കും. ഹനീഫ് ഇറക്കണം. എന്നിട്ട് എന്ത് ചെയ്യൂടാ? എനിക്കാണെങ്കിൽ നീന്തലും അറിയില്ല, ഹനീഫ്ക്കാണ് നീന്തലും അറിയില്ല. എടാ ഒഴുക്കെന്ന് വെച്ചാല് ചിന്തിക്കാൻ പറ്റാത്ത ഒഴുക്ക. അപ്പൊ ഞാൻ പറയും എന്ത് ചെയ്യും ഹനീഫ? എന്തെങ്കിലും ആലോചിക്കണം. ഷൂട്ടിങ് കഴിഞ്ഞു. ഹനീഫിനെ പേടിപ്പിക്കാൻ വേണ്ടി താമസിച്ചു വന്നല്ലോ. അതിന് അടിയിൽ എഴുതി ഇല്ലില്ല. ഓ ഹനീഫിക്കട അന്നാ ശ്വാസം വീണത്. ഓ പോയിക്കോ എന്നോട് സാർ പറഞ്ഞു പോയിക്കോ. ഈ പുഴയുടെ ഒരു തമാശ എനിക്കുണ്ട്. സൈക്കിൾ എന്നൊരു സിനിമ, എനിക്ക് നല്ല സൈക്കിള്. അപ്പൊ അനീഫ്ക്ക് അന്ന് 2 മണി ഒരു സെറ്റിലോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പം 2 മണിക്ക് പുഴ ചാടുന്ന സീക്വൻസാണ്. അപ്പൊ അമ്പിളിച്ചേട്ടനടക്കം ഒരുപാട് താരങ്ങളുണ്ട് ആ പുഴ ചാടുന്ന സീക്വൻസിൽ. അപ്പൊ അനീഫ്ക്ക് എന്നോട് വന്നുകൊണ്ട് പറഞ്ഞു, ജോണി പുഴ മുങ്ങുന്നതാണ് എന്നെ കൊണ്ട് പറ്റിയത്, എനിക്ക് ചെറിയ പനിയുണ്ട്. അപ്പൊ പിടിച്ചു നോക്കി ചെറിയ ചൂടുണ്ട്. അപ്പൊ ഞാൻ വേണ്ട അനീഫ്ക്ക് ഒരു കാര്യം ചെയ്താൽ മതി, നമുക്ക് സ്പ്രേ ബേക്കിംഗ് പനം കൊണ്ട് അടിപ്പിക്കാം. എന്നിട്ട് ഞാൻ മുങ്ങെന്ന് പറയുന്ന സമയത്ത് ഒന്ന് ഇങ്ങനെ വരെ വന്നിട്ടൊന്ന് ഇത് ചെയ്താൽ മതി. അപ്പം വൈറ്റ് ഷോട്ട് പിന്നെ സെപ്പറേറ്റ് നമുക്ക് ഗ്ലോസോ എല്ലാം കട്ടി, കുഴപ്പമില്ല. അപ്പം അങ്ങനെ ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ആ അമ്പിളിച്ചേട്ടൻ്റെ അടുത്ത് പോയി നിൽക്കുന്നു, വൈറ്റ് ഷോട്ട്. നമ്മൾ ഈ ഡയറക്ഷൻ അങ്ങോട്ട് ആവുമ്പോൾ വേറൊരു ഇതാവുമല്ലോ. ക്യാമറ ആക്ഷൻ, അനീഫ് മുങ്ങേ. ഈ പാവുണ്ടല്ലോ 3 പ്രാവശ്യം. ഉടനെ അമ്പിളിച്ചേട്ടൻ, എടോ താനല്ലേ മുങ്ങുന്നില്ലെന്ന് പറഞ്ഞ പനിയാന്ന് പറഞ്ഞ് വന്നാലേ വിളി കേട്ടപ്പോ മുങ്ങി. ഞാൻ ഈ ഡബിങ്ങിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അപ്പം മണി എന്നെ വിളിച്ചു, ഞാൻ അവിടെ ചെല്ലുന്നു. അപ്പോൾ നമ്മൾ അത്രയും കോൺഫിഡൻസോടുകൂടിയാണ് ചെയ്യുന്നത്. കാര്യം ഞാൻ ചെയ്യുന്നതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എനിക്കൊരു അംഗീകാരം കിട്ടിയ ഒരു വോയിസുമായിട്ടാണ് ഞാൻ ഈ എന്തിനും ഡബ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ തമിഴാണെങ്കിൽ പോലും ഡബ് ചെയ്യാന്ന് വെച്ചിട്ട് കയറി ആദ്യത്തെ ഡയലോഗ് പറഞ്ഞപ്പോൾ തന്നെ അകത്തുനിന്ന് അവർ പറഞ്ഞു, സാർ ഇത് അനീഫ സാറിന്റെ വോയിസ് അല്ലെന്ന്. അയ്യോ. അതോടുകൂടി ഞാൻ അതിൻ്റെ അകത്ത് നിന്ന്, അപ്പം ഞാൻ ഇത്രയും കാലം ജനങ്ങൾ എന്നെ പറ്റിക്കായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങി. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു, സാർ നന്നായിരുന്നു, കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്താന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മുടെ വിജയ് എന്ന് പറഞ്ഞ ഡയറക്ടർ മദ്രാശിപ്പട്ടണം എന്ന് പറഞ്ഞ സിനിമ അതേപോലെ ഇത് ചെയ്ത ഞാനാണെന്ന് അറിഞ്ഞിട്ട് എന്നെ വിളിച്ചു. 3 ദിവസം ഡബ്ബിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോയി. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ കയറി 10-24 സീനുണ്ടായിരുന്നു. അത് നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല. നമ്മുടെ കൂടെ പുള്ളിയുടെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് പറയില്ലേ. ഉച്ചയായപ്പോൾ ഞാൻ ഡബ്ബിങ് തീർത്തു. 3 ദിവസത്തേക്ക് വെച്ചത്. ഉച്ചയായപ്പോൾ ഡബ്ബിങ് തീർത്തു. 10-20 സീനുണ്ടായിരുന്നു ഡയലോഗ്. ഒന്ന് ക്യാരക്ടർ ചെയ്യുന്നതിന് നന്നായിട്ട് ചെയ്യാൻ പറ്റും. വളരെ ഞാൻ പറയണം, അല്ലാതെ എന്താണെന്നറിയില്ല, നമുക്ക് നമ്മുടെ കൂടെ ഒരു സപ്പോർട്ട് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്തെന്നുള്ളതാണ്. നമുക്ക് ഹനീഫയ്ക്ക് ഒരുപാട് മനോഹരങ്ങളായ കഥാപാത്രങ്ങൾ എഴുതി കൊടുത്തിട്ടുള്ള ഒരാളാണ്. ജോണി ചേട്ടന്റെ ഹിറ്റുകളുടെയൊക്കെ പിന്നിൽ വളരെ ശക്തിയുക്തം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. മലയാളത്തിന്റെ എക്കാലത്തെയും വലിയ സൂപ്പർ ഹിറ്റുകൾ എടുക്കുമ്പം ഒരു എഴുതിയ സിനിമകളിലെ 80% സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. ഉദയേട്ടൻ ഹനീഫയ്ക്ക് ഓർക്കുന്നു. ഹനീഫയ്ക്കായിട്ട് എൻ്റെ സൗഹൃദം തുടങ്ങുന്നത് എനിക്ക് 1999 ഉദയപുരം സുൽത്താൻ എന്ന് പറഞ്ഞ സിനിമയുടെ കൂടിയാണ്. സ്നേഹിതൻ, സുന്ദരപുരുഷൻ, റൺവേ, പുലിവാൽ കല്യാണം, ലയൺ, അങ്ങനെ ഹനീഫ്ക നമ്മുടെ കൂടെ തുടർച്ചയായിട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. നല്ലൊരു സൗഹൃദ ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ. അദ്ദേഹത്തെ എപ്പോഴും ഞാൻ തമാശയ്ക്ക് പറയും, ഇപ്പോൾ രമേഷ് പിഷാരോട് തന്നെ പറയാറുണ്ട്, പിഷാരടി ഈ ഹനീഫ്ക്കയോട് കഥ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ജഡ്ജ്മെൻറ്റും തെറ്റിപ്പോവും. കാരണം ഒരു കോമഡി സിനിമയാണെന്ന് പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ പോലെ ചിരി തുടങ്ങും.
ആ ചിരി തിയേറ്ററിൽ കിട്ടുന്ന കരുതി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഹനീഫ്ക്ക് അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ആ ക്യാരക്ടറൊക്കെ ഉൾക്കൊണ്ട് വന്നാണ് സിനിമ ചെയ്യണത്. അപ്പോൾ ഒരു നമ്മുടെ ജഡ്ജ്മെന്റ് നമ്മൾ പിടിച്ചു നിൽക്കണം എന്ന് ഞാൻ എപ്പോഴും പുള്ളിയോട് പറയാറുണ്ട്. എത്ര തിരക്കുള്ള സമയത്താണെങ്കിലും തമിഴിലും ഒക്കെ ബിസി ആയിരിക്കുന്ന സമയത്താണെങ്കിലും ഹനീഫ്ക്ക ഒന്ന് വന്ന് സഹകരിക്കാവോ നമ്മുടെ പടത്തിൽ ഒരു റോളിന് വേണ്ടിയിട്ട് എന്ന് ചോദിക്കും. എന്നാലും പുള്ളി പറയും, നിൻ്റെയൊക്കെ പടത്തിൽ വന്നു കഴിഞ്ഞാൽ 10-50 ദിവസം ഞാൻ തുടർച്ചയായിട്ട് ഡേറ്റ് തരേണ്ടി വരില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ഹനീഫ്ക്ക വന്ന് ഒരു പടത്തിൽ അഭിനയിച്ചു തുടങ്ങിയിട്ട് 100 ദിവസത്തെ ഡേറ്റ് തന്ന പടമാണ് CID മൂസ. അദ്ദേഹത്തിനോട് ലാസ്റ്റ് പറയും, നിങ്ങളുടെ സേവനം ഈ സിനിമയിൽ അവസാനിച്ചിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് സലീം കുമാർ ഒരു കോമഡി ഉണ്ടാക്കി പറഞ്ഞ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഹനീഫ്ക്ക് അന്ന് അത് കേട്ടപ്പോഴും പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഒരിക്കലും ഒരു മുഷിപ്പ് ഉണ്ടാക്കിയിട്ടില്ല, ഒരു സെറ്റിലോ കാര്യങ്ങളിലോ ഒന്നും ഒരു മുഷിപ്പില്ല. അതുപോലെ പുലിവാൽ കല്യാണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ കഥാപാത്രങ്ങളിൽ, ഇപ്പം ഞാനും സിബിയും ചേർന്ന് എഴുതിയ സിനിമയാണ് അത്. ഷാഫി ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. അതിനകത്ത് ധർമ്മേന്ദ്ര എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം പുള്ളി ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചാൽ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ അതൊക്കെയാണെന്നാണ് എൻ്റെ വിശ്വാസം. മൂസയുടെ സംഭവം വെച്ചാൽ ഹനീഫ്ക്ക് ഡെയിലി വരും, ഞാനും ഉണ്ടാവും അവിടെ. എനിക്ക് ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ ഞാൻ അവിടെ ദിലീപ് ഡിസ്കഷൻ നടന്നു വെറുതെ വിളിച്ചെടുത്താ ഒരു കാര്യമില്ല. വിളിച്ചെടുത്ത അപ്പൊ ഹനീഫ്ക്ക അമ്പി നാരായണ ഇവര് തീർക്കൂ ഇന്ന് ഡേറ്റ് ശങ്കറിന്റെ ഡേറ്റ് ആണ്. ഡെയിലി വന്നിട്ട് ശങ്കറിന്റെ ഡേറ്റ് ആണെന്ന് പറയും. അപ്പൊ ഞാൻ ചോദിച്ചു, അനീഫ്ക്ക ഈ പടത്തിന് ഒരു ഡേറ്റും ഇല്ലേ? ഇതിന് എന്തെങ്കിലും ഡേറ്റ് ഉള്ളത് പറ. ഡെയിലി വന്നിട്ട് അനീഫ്ക്ക ഇങ്ങനെ എല്ലാ ദിവസവും ഈ പാവത്തിനുണ്ട്. പടം റിലീസ് ചെയ്തെന്ന് ഞാൻ വിളിച്ച് അനീഫ്ക്ക ഈ CID മൂസയുടെ ലൊക്കേഷനാ, ഇന്ന് ഷൂട്ടിംഗ് ഇല്ല. എന്താ വിളിക്കണ? ഇന്ന് പടം റിലീസ് ചെയ്യണം, അതിന്റെ പേരിൽ ഷൂട്ടിംഗ് ഇല്ല. അവിടെ കിടന്ന് തലകുത്തി ചിരിയായിരുന്നു പുള്ളി. അത് പുള്ളി തന്നെ എല്ലാവരോടും പറഞ്ഞു. കാരണം 101 ദിവസം ജോണി 95 ദിവസത്തോളം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. 95 അന്ന് മറ്റേ 40 ദിവസത്തിൽ പടം തീർന്നുകൊണ്ടിരിക്കുന്ന സമയമല്ലേ? 40 അല്ല, അതിലും താഴെയാ. ആ സമയത്ത് 95 ദിവസം ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ദിലീപ് വെറുതെ വിടുവോ? ആ ഹൈവേ ഗാർഡിൽ പിടിച്ചെടുത്തിട്ട് ഡിസ്കഷൻ അല്ലേ, ഒടുക്കത്തെ ഡിസ്കഷൻ. അതിന്റെ പേര് മാറ്റിയല്ല CID മൂസ, ഗ്രാൻഡ് പ്രൊഡക്ഷൻ അതിന്റെ പേര്. ഈ ദിലീപിന്റെ കമ്പനിയുടെ പേര് മാറ്റിയിട്ട് ഗ്രാൻഡ് ആലോചന പ്രൊഡക്ഷൻ. ഒടുക്കത്താലോചന. ഇത് ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒരു ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞ അനീഫ്ക്കയുടെ ഒരു ഇതുണ്ട്. അപ്പൊ അനീഫ്ക്ക ഡിസ്കഷൻ പിടിക്കുമ്പോൾ അനീഫ്ക്ക മൊത്തത്തിൽ ഒന്ന് വൈഡ് ആകുമല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ചിലപ്പോ ഈ ക്ലൈമാക്സ് ഒന്നും തീരാൻ പോകുന്നില്ല, അങ്ങ് വളർന്നിട്ടേ. അതേപോലെ അവിടെ ഈ സിനിമയുടെ ഒരു കൃത്യമായ ഇടാ വേണ്ടത്, അത് അനീഫ്ക്ക അത് വേണ്ട എന്ന് പറഞ്ഞ് നമുക്കൊരു സഹായിയായിരുന്നു ഇദ്ദേഹം. അതെന്നും എനിക്ക് ആ കടപ്പാട്. ഈ മഴത്തുള്ളി കിലുക്കത്തിലാണല്ലോ നിങ്ങളുടെ ഈ കൊട്ടയം, അദ്ദേഹം ഒരു സ്റ്റൂൾ ഇട്ടിട്ട് വെള്ളം ജലാസനത്തിന് പറഞ്ഞിട്ട് ഈ പിന്നെ നോക്കൂ, ഇനിയും പറയാം സലീമേട്ടനായിട്ട് വീണ്ടും കോമ്പിനേഷൻ ഒരു സാധനം, ഈ കുഞ്ഞിക്കൂനനിലെ മുതലാളി. ഇന്ന് അതിന്റെ രാജിക്കത്ത് എത്രയോ പടങ്ങളാണ്. സലീമേട്ട, നമ്മള് ഇപ്പൊ തുടക്കത്തില് ധർമ്മേന്ദ്രയെയും മണവാളനെയും കുറിച്ച് പറഞ്ഞു, അവരുടെ കോമ്പിനേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ആ ഒരു സംഘത്തെ കുറിച്ച് പറഞ്ഞു, ആ ഒരു സെറ്റ് ഓഫ് ഹ്യൂമർ ഫിലിംസ്, കെട്ടുകണക്കിന് നർമ്മമുള്ള സിനിമകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ എത്തേണ്ട ഒരാൾ കൂടിയുണ്ട്. കൊച്ചിൻ ഹനീഫക്കയുടെ ഓർമ്മകളുമായി നമ്മളുടെ ഒപ്പം ചേരാൻ എത്തുന്നത് മലയാളികളെ കാലത്തും ഓർക്കുന്ന, റിപ്പീറ്റ് വാച്ചുള്ള, ഒരുപാട് തവണ വീണ്ടും വീണ്ടും കണ്ടാലും നമ്മൾ ചിരിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ച സംവിധായകൻ, ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഷാഫി. ഷാഫി സാർ നമസ്കാരം. സലീമേട്ടൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ഓടിച്ചോണ്ട് വന്ന ആള് ധർമ്മേന്ദ്രയാണെങ്കിലും പിന്നീട് സലീമേട്ടന്റെ എല്ലാ പണികളും ചെയ്തു കൊടുക്കുന്ന ഒരാളായി അയാൾ മാറിയെന്നും സലീമേട്ടൻ പറഞ്ഞു. ഒരു ഈഗോ ഇല്ലാതെ, അത്തരത്തിലുള്ള ഒരു ഡിഫറൻസ് കാണിക്കാതെ, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ, ക്യാരക്ടർ എന്നുള്ള നിലയിലല്ല, അങ്ങനെയാണ് ഹനീഫക്ക ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ ജോണി ചേട്ടനോട് ചോദിച്ചു, ഹനീഫക്ക വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമകൾ എഴുതിയിട്ടും സംവിധാനം ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരാളാണ്. സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അഭിപ്രായം പറയുകയോ ഇടപെടുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു.
ഷാഫി സാറിനെ സംബന്ധിച്ചിടത്തോളം ഹനീഫയ്ക്ക് ഇതുപോലൊരു ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുമ്പോഴേ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഹനീഫൊക്കെ സജഷനുകൾ പറയുകയോ ഇടപെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ആ സീൻ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഡയലോഗ് കറക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടുള്ള സജഷൻ അല്ലാതെ ഒരു സീനിയർ ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സീനിയർ റൈറ്റർ അല്ലെങ്കിൽ ഒരു സീനിയർ ആക്ടർ എന്നുള്ള നിലയ്ക്ക് പുള്ളി നമ്മളുടെ മുമ്പിൽ വളരെ ജൂനിയറായിട്ട് നിൽക്കുള്ളൂ. ഡയറക്ടർ എന്ത് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അതനുസരിച്ച് ചെയ്യുന്ന ഒരാളാണ്. അല്ല, സിനിമയ്ക്ക് ഷാഫി സാർ ഫസ്റ്റ് പടം ചെയ്യുന്നതിന് മുമ്പേ ആത്മബന്ധം ഉണ്ടല്ലോ അല്ലേ? എനിക്ക് എന്റെ സ്കൂളിൽ ചേർക്കുന്ന പരിചയമുള്ള ആളാണ്. ഞങ്ങളൊക്കെ പുല്ലേപ്പിടിക്കാരാണ്. പിന്നെ എൻ്റെ അമ്മാവനും അനീഫ്ക്കൊക്കെ ഒന്നിച്ച് ഒരു നാടക ട്രൂപ്പിലുണ്ടായിരുന്നു. എറണാകുളത്ത് പുല്ലേപ്പിടിയിൽ ഭാവന തിയേറ്റേഴ്സിനൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. അത് എൻ്റെ അമ്മാവൻ ഷെറീഫ് മാമ എന്ന് പറയും, സുഹൃത്തുക്കളാണ് ഇവർ. അപ്പം ഇടയ്ക്ക് വീട്ടിൽ വരും, തറവാട്ടിൽ വരും. അത് അനീഫ് കട പടങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ തറവാട്ടിലെല്ലാവരും 10-30 പേരുണ്ട് കേട്ട് ഒന്നിച്ച് സിനിമ കാണാൻ പോയതൊക്കെ എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്. എല്ലാവരും പോയിട്ടുണ്ട്. കാരണം പുല്ലേപ്പടിയിലെ ഏക നടനാണ് അനീഫ്. അത് കഴിഞ്ഞ് ചെന്നൈയിലായിരുന്നു സ്ഥിരം. അപ്പോൾ ഇടക്ക് പുല്ലേപ്പടിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മാമയുടെ അടുത്ത് വരും, അല്ലെങ്കിൽ ആ പുല്ലേപ്പടി ജംഗ്ഷനിൽ വരും. വന്നു കഴിഞ്ഞാൽ ചെറുപ്പക്കാരുടെ ഒരു സംഘം ഉണ്ടാവും കൂടെ. അതിനകത്ത് ഏറ്റവും പ്രധാനികളാണ് സിദ്ദീഖണ്ണനും ലാലേട്ടനും. ഈ സിനിമാ കഥകളാണ്. ഞങ്ങളെയൊക്കെ ഒരു 8:30 ആകുമ്പോൾ വീട്ടിലേക്ക് വിളിക്കും. അവരുടെ സംസാരം 1 മണി 2 മണി വരെ പോകും. പക്ഷെ അന്നും നമ്മളോടൊക്കെ ഒരു സ്നേഹവും വാത്സല്യത്തോടുകൂടി തന്നെയാണ് അവസാനം വരെ അനീഫ്ക പെരുമാറിയിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ സിനിമകളിലാണെങ്കിൽ സത്യം പറഞ്ഞ് ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ആകെ 3 പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. വൺ മാൻ ഷോയിൽ ഒരു ഗസ്റ്റ് റോളാണ്. അത് തലേ ദിവസം വിളിച്ചു, പുള്ളി പിറ്റേ ദിവസം തന്നെ വന്ന് ചെയ്തു. പിന്നെ പുലിവാൽ കല്യാണത്തിൽ ഒരു ത്രൂ ഔട്ട് വലിയ വേഷമാണ്. മണവാളിലും കൂടി തകർത്താണല്ലോ. ഇപ്പോഴും റീലുകളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണല്ലോ. അതുപോലെ തന്നെ മായാവിലും ഒരു ഗസ്റ്റ് റോളായിരുന്നു, ജയിലറായിട്ട്. അത് കുറച്ചുണ്ട് അല്ലേ, 3 ദിവസം. പിന്നെ ചട്ടമ്പിതാറിൽ നല്ലൊരു വേഷം ഉണ്ടായിരുന്നു അനീഫ്കാക്ക്. അപ്പോൾ ഞാൻ വിളിച്ചു, അനീഫ്ഖാനെ വിളിച്ചപ്പോൾ സുഖമില്ലാതിരിക്കണം, കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു. പുള്ളി അങ്ങ് പൊട്ടിക്കരഞ്ഞു. കാരണം ഒരു സിനിമ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, റോഷ് ആൻഡ്രൂസിൻ്റെ ഒരു പടമുണ്ട്, അതിലും ചെയ്യാൻ പറ്റിയില്ല. പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ശരിയായിട്ട് അസുഖങ്ങളൊക്കെ മാറിയിട്ട് നമുക്ക് ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതാണ് അവസാനമായിട്ട് സംസാരിച്ചത്. പിന്നീട് പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. നമ്മളീ പറഞ്ഞാൽ അദ്ദേഹം ഗംഗാധരൻ പോലുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോഴും എങ്ങനെയാണ് സിനിമയുടെ ഇത്രയും മേഖലകളിലൂടെ പോയെന്നുള്ളത് വലിയ കൺഫ്യൂഷൻ. അത് എഴുതുന്ന സിനിമകൾക്ക് നമ്മൾ പരിചയപ്പെടുന്ന അനീഫിക്കായിട്ട് ഒരു ബന്ധവുമില്ല. ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ മെലോ ഡ്രാമകളുണ്ടല്ലോ, അതായത് നമ്മൾ എന്നാ പറയണ്ടേ, ചീഫ് ജസ്റ്റിസ് ആയിരിക്കും പ്രസാദ് സാറിൻ്റെ. അദ്ദേഹം പിന്നെ ജയിലിൽ കിടക്കുക, അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വെച്ചിട്ട് അദ്ദേഹം ജയിലിൽ കിടക്കുക. ആരാച്ചാര് മൗസാറാണെങ്കിൽ സ്വന്തം മകനെ തൂക്കിക്കൊല്ലേണ്ടി വരിക. അങ്ങനത്തെ ഞാൻ അതിനോട് ചോദിച്ചിട്ടുണ്ട് ഭയങ്കര രസം. പക്ഷേ വേറെ ഉണ്ട്, ഞാൻ കാലങ്ങളിൽ അത്തരം മെലോ ഡ്രാമകളെല്ലാം വിജയിച്ചിരുന്നു എന്നുള്ളതാണ്. സിനിമ കാലഘട്ടത്തിന് ആവശ്യമായ സാധനമല്ലോ സക്സസ് ആയിട്ട്. അതുപോലെ തന്നെ വാത്സല്യത്തിന്റെ കാര്യം എന്നോട് ഒരു ദിവസം പറഞ്ഞു. വാത്സല്യത്തിന്റെ ഒരു ക്ലൈമാക്സിൽ മമ്മൂക്ക ഈ സിദ്ദിഖേട്ടൻ അവിടെ കാണാൻ ചെല്ലുമ്പോൾ ആ പയ്യനുണ്ടല്ലോ മമ്മൂക്കയുടെ മകനായിട്ടുള്ള, അവനെ ആ പറമ്പിൽ വെച്ച് പാമ്പ് അങ്ങോട്ട് കുത്തിയിട്ട് അങ്ങനൊരു ഇമോഷനിലേക്ക് പ്ലാൻ ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞു, എന്റെ പൊണ്ണ് അനീഫ്ക, ഒന്നാമതേ ആ പടം കണ്ണുനേരം കൊണ്ട് ഇതാണ് കൊച്ചിനെ കൂടെ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു അത്തരം ഇമോഷന്റെ അങ്ങനത്തെ എനിക്ക് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നത് ഈ എഴുത്ത് തുടങ്ങിയ സമയത്ത് അന്ന് ഹനീഫിക്കൻ ഈ തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കരുണാനിധിയൊക്കെ അവിടെ കൊണ്ടുപോയി. അപ്പം അവിടത്തെ എഴുത്തായത് അവിടെയാണ്. എല്ലാം ഒരു പാമ്പും കൂടെ ഉണ്ടെങ്കിൽ അവിടെ ഓക്കെ. അനീഫ്ഖാണ് മിമിക്രിയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടിരിക്കുന്നത്. ശിവാജി ഗണേശനാണ് അനുകരിച്ചിട്ടുണ്ട് വെച്ചാൽ. അനീഫ്ഖ എനിക്ക് തോന്നുന്നത് മരണം വരെയും അനീഫ്ഖയുടെ മനസ്സിൽ ഏറ്റവും ഗംഭീര നടൻ ശിവാജി ഗണേശൻ. സത്യമാഷിനെയും സത്യം ശിവാജി ഗണേശനെ കുറ്റം പറഞ്ഞാൽ പുള്ളി ചൂടാവും. അപ്പോൾ അങ്ങനെ ഈ എന്താ പറയുക, അന്നത്തെ ഒരു അഭിനയം ഉണ്ടല്ലോ, ഇളകിയുള്ള അഭിനയം,
അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. എല്ലാ തരം, അതായത് നമ്മൾ ഹ്യൂമറിൽ എടുത്താൽ ഇപ്പൊ സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള പരിപാടികൾ ഈ പറഞ്ഞ പോലെ വീഴുക, ഞെട്ടുക, ഈ നമ്മൾ ഈ എഫക്റ്റ് എന്ന് പറയില്ലേ, എഫക്റ്റ് ലൗഡറായിട്ട് ഇടുന്ന ഒരു ആക്ടർ ജപ, ഇങ്ങനത്തെ ഈ ഞെട്ടിക്കഴിയുമ്പോൾ ഉള്ള എഫക്റ്റുകൾ വളരെ ലൗഡറായിട്ട് ഇടുന്ന പരിപാടികൾ ചെയ്യുന്നുണ്ട്. വളരെ സെറ്റിലായിട്ടുള്ള കഥാപാത്രങ്ങൾ. ഇപ്പം രാജമാണിക്യത്തിൽ കഥ പറയുന്നത് ഇത് അമ്മയാന്നൊക്കെ പറയുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഹനീഫയ്ക്ക് വളരെ ഗൗരവമായിട്ട് സൂത്രധാരനിലെ കഥാപാത്രമാണെങ്കിലും ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് വില്ലൻ. ദേവാസുരത്തിലെ 2 സീനേ ഉള്ളൂ. അതായത് ചേട്ടത്തെ മോഹിച്ച് വന്നിട്ട് അനിയത്തെ കെട്ടിക്കൊണ്ട് ലാലേട്ടൻ്റെ പക്ഷെ അങ്ങനല്ലാതെ വേറെ ആരും അത്രയും ആ 2 സീൻ കൊണ്ട് ഇത്രയും ട്രെയിൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് ഒരു പെണ്ണിനെ മോഹിച്ച് വന്ന് ഒരുത്തൻ. എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളത്, ഞാൻ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്ത കുറെ പടങ്ങളിൽ അനീഫ്കായിട്ട് വർക്ക് ചെയ്യാൻ. ജോണി ചേട്ടനും പറഞ്ഞു ഏറ്റവും ഇതാണ് പഞ്ചാബി ഹൗസ്. പഞ്ചാബി ഹൗസ്, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം, അങ്ങനെ കുറെ പടങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഹിറ്റ്ലർ, സൂപ്പർമാൻ, ഹിറ്റ്ലറിലെ കഥാപാത്രം തല്ലിപ്പൊളി ജബ്ബാർ അല്ലേ, പിള്ളാച്ചൻ. എനിക്കൊന്ന് ഇന്നസെന്റ് ചേട്ടനെ പോലും പരാമർശിക്കപ്പെടുന്ന പോകുന്നൊരു വേഷ ഈ തല്ലിപ്പൊളി ജബ്ബാർ, പിള്ളാച്ചൻ അല്ല, ഇവര് തമ്മിലുള്ള ഒരു നേരത്തെ ഈ ജോണി സുന്ദരപുരുഷനെ പറ്റി പറഞ്ഞല്ലോ, അതില് അദ്ദേഹത്തിന് ചെങ്ങല ഇട്ട് കൊണ്ടിരുന്ന ഒരു സീനുണ്ട്. അതിനി പാട്ട് വെച്ചെടുത്തതാണോ നിങ്ങൾ എടുത്തില്ല? അതില് ട അങ്ങനെ ട്യൂൺ ഉണ്ട്. അത് അതിന്റെ അല്ല, അപ്പോഴൊക്കെ പുള്ളി പറഞ്ഞ ശിവാജിയാ. ചെങ്ങല ഇട്ട അവിടെ അല്ല പുള്ളി അങ്ങനെ 2 പേരെ ഞാൻ ആവാഹിക്കണേ കണ്ടിട്ടുണ്ട്. ശരീരത്തിൽ കയറ്റിട്ട്, ഒന്ന് ശിവാജി, പിന്നെ 2ാമത്തത് അമ്മയുടെ ഷോ കോഴിക്കോട് കിടക്കണം. ഇതേപോലെ ചങ്ങലക്കെട്ട് വരുമാനമാണ്. സദ്ദാം ഹുസൈനെ ചങ്ങലക്കെട്ടുണ്ട്. എന്റെ ദൈവമേ, സദ്ദാം ഹുസൈനാണ് പുള്ളി. ബുഷ എന്നൊക്കെ പറഞ്ഞിട്ട് ദിലീപിനെ അല്പം കൊണ്ട് ഇങ്ങനെ തല്ലും. അതേപോലെ ഈ 2 പേരാ ഈ ശരീരത്തിലാവും. ഞാൻ പറഞ്ഞു, നിങ്ങള് സദ്ദാം ഹുസൈനെ ആവാഹിച്ചത് എന്താണ് ചെയ്തത്? എടാ, അവൻ രക്തസാക്ഷിയല്ലേ, അവൻ രക്തസാക്ഷിയാണ്. അത് പുള്ളി സെന്റിമെന്റലായി കളഞ്ഞു സദ്ദാം ഹുസൈന. ഈ നസീർക്ക് ഈ ഹനീഫിനെ അവതരിപ്പിക്കുന്നതിനെ പറ്റി അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഈ ആവാഹനം പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ, ഇത് ആവാഹിച്ച് ആണിയടിച്ച് ഒരുപാട് സ്റ്റേജുകളിൽ കൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അനീഫ് ഖാനെ അനുകരിച്ച് അനീഫ് ഖാനേക്കാളും കൂടുതൽ കാശുണ്ടാക്കിയിട്ടുള്ള മനുഷ്യൻ. എന്നോടങ്ങനെ ഞാൻ അനുകരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരെ പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്കറിയാൻ പറ്റും, എന്നറിയാം, ഈ അവരുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു മാനറിസം എടുത്തിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് സ്ഥിരമായിട്ട്. കുറേ കണ്ടു കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നും, ഞാൻ ഇങ്ങനെയാണോ എന്ന് തോന്നുമായിരിക്കും. അവര് മാറ്റും, ഇവിടെ മാറ്റി ആർക്കും ഇഷ്ടമല്ല. അതാണ് ആർക്കും ഇഷ്ടമല്ല. അതെന്താ അറിയുമോ, മിമിക്രി ചെയ്യുമ്പോ നമ്മൾ അതിൽ ചെയ്യുമ്പോ സ്വല്പം ഓവറാക്കി ചെയ്യും. ഓവറും ചില സാധനങ്ങൾ എടുത്തു വെക്കുന്നോണ്ടാണ്. അതായത് ഇപ്പം അണ്ണൻ തമ്പിയില് മമ്മൂക്കനെ അനുകരിക്കുന്നുണ്ട്. ആ അനുകരണത്തിന് മമ്മൂക്ക കാണിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ സിനിമ പേര് ഡംഷറാട്സ് കളിക്കുമല്ലോ, നമ്മള് ഡംഷറാട്സ് കളിക്കുമ്പോ മമ്മൂക്കയാണോ ലാലേട്ടനാണെന്ന് ചോദിക്കാൻ ഇങ്ങനെ കാണിച്ച മോഹൻലാല്, ഇങ്ങനെ കാണിച്ച മമ്മൂട്ടിയാ. മമ്മൂക്ക ഇങ്ങനെ കുത്തിയിട്ടൊരു 40 കൊല്ലെങ്കിലും ആയിട്ടുണ്ട്. 80കളുടെ പടത്തിൽ തുടക്കത്തിൽ 2 പടത്തിൽ കുത്തിയതാണ് ഇപ്പോഴും ചെയ്ത. അതിപ്പോഴും ചെയ്യുമ്പോഴാണ് ഒരു ഇഷ്ടക്കേട് വരാൻ. അത് ചെയ്താലും കുഴപ്പമില്ല, അത് പിന്നെയും അതിനെ അങ്ങോട്ട് വാൾഗറാക്കി പ്രശ്നം. കുറച്ച് മര്യാദ ചാറെടുക്കുന്നതായിട്ടാണ് പ്രശ്നം. മിമിക്രി ചെയ്യുന്ന ആർക്കും ഇഷ്ടമല്ല. ഞാൻ ഒരുപാട് പേരോട് പേഴ്സണലായിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക് ഇഷ്ടമല്ല ഞാൻ ഇങ്ങനെയാണ് കാണിക്കണം, അമ്മയ്ക്ക് ഇങ്ങനെയാണ് കാണിക്കണം. ഏതോ പണ്ട് ജാമ്പോന്റെ കാലത്ത് പഠിച്ച് ചെയ്താണ്. അതിപ്പോ വിഷു ഇപ്പം എന്നെ ഇപ്പം നമ്മളെ ഒരാൾ കാണിച്ചാലും നമുക്കൊന്ന് ഞാൻ ഇങ്ങനെയാണോന്ന് തോന്നിപ്പോ. അതെ കറക്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ എനിക്ക് അങ്ങനെ പ്രശ്നം ആരെങ്കിലും ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് ഏതായാലും ഇപ്പൊ നമ്മള് പറഞ്ഞല്ലോ, പഞ്ചാബി ഹൗസ് ഉൾപ്പെടെ സിനിമകളെ കുറിച്ച് പറയുമ്പം ഹനീഫയ്ക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു എഴുത്തുകാരൻ. നിരവധി ഹ്യൂമറിന്റെ ഒരു ഹ്യൂമർ സിനിമകളെ പറ്റി നമ്മളൊരു ബുക്ക് എഴുതിയാൽ അതിൽ പല പേജുകളിലും ആവർത്തിക്കുന്ന പേരുകാരൻ മെക്കാട്ടിൻ ചേട്ടൻ ഹനീഫിക്കനെ ഓർക്കുന്നു. കൊച്ചിൻ ഹനീഫിക്ക എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഒരു സ്നേഹമാണ്, ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഹനീഫ്ക സ്നേഹിക്കുന്ന പോലെ മറ്റൊരാളും സ്നേഹിക്കില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഒരു സഹോദരനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ ഒക്കെയാണ് ഹനീഫ്കയുടെ സ്നേഹം. ഹനീഫ്ക എടുത്ത് കുറച്ച് പടങ്ങൾ വർക്ക് ചെയ്തുവെങ്കിലും മനസ്സിൽ നിന്നും മായാത്തത് പഞ്ചാബി ഹൗസാണ്, എല്ലാവർക്കും അറിയാമല്ലോ.
ഈ പഞ്ചാബി ഹൗസിൻ്റെ ഷൂട്ടിന് ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ്, ഹനീഫ് കാക്ക് നാളെ വർക്കില്ലെങ്കിലും വർക്കുണ്ടെങ്കിൽ ഞങ്ങളൊരു 6:30 മണിക്ക് വണ്ടി വിടും, അല്ലെങ്കിൽ 7 മണിക്ക് ഹനീഫ് കാക്ക് വണ്ടി വിടും. വർക്കില്ലെങ്കിലും ഹനീഫ് കാക്ക് 6:30 മണിക്ക് വണ്ടി വീട്ടിലെത്തണം. ഞാൻ ചോദിച്ചു അത് എന്തിനാ? എനിക്ക് ഇവിടെ വന്നിരിക്കണം, എനിക്ക് നിങ്ങളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം, വർക്ക് ഉണ്ടായാലും ഇല്ലേലും ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഹനീഫ് ക വരും, കൃത്യമായി വരും. ഇനി അതിന് 1/2 മണിക്കൂർ ലേറ്റ് ആയാലും ഹനീഫ് ക വന്നിട്ട് എന്ത് പണിയാണ്, മണി 8 ഇന്ന് വണ്ടി വന്നപ്പോൾ. ഞാൻ പറയാം ഹനീഫ് ക വർക്കില്ലല്ലോ, എപ്പോൾ വന്നാലും പോരാ. അതുപോരാ, എനിക്ക് അതിരാവിലെ എത്തണം. അങ്ങനെ നമ്മളോടൊക്കെ ഇങ്ങനെ വിട്ടുപിരിയാൻ മടിയുള്ള ഒരു നടനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഈ സിനിമയുടെ സമയത്ത് ചില സാധനങ്ങൾ, ചില സീനുകളിൽ ഈ ഹനീഫ് കൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നത് ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട് ചോദിച്ചിട്ട്. അതായത് ഈ ചിറകൊടിഞ്ഞ കിനാവുകളുടെ കഥ ശ്രീനിയേട്ടൻ പറയുമല്ലോ, ഒരു പാൽക്കാരൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ ഇമോഷണലായിട്ട് ഇത് പറഞ്ഞിറങ്ങുമ്പോൾ ഹനീഫൊക്കെ തീർന്നോ നീ ചോദിക്കുന്നുണ്ട് സൈഡിൽ നിന്നിട്ട്, ആ തീർന്നോല്ല ഇത് അത്രയും പറഞ്ഞത് കംപ്ലീറ്റ് നശിപ്പിച്ച് കളയുകയും അതിൽ തന്നെ ഈ ഇന്നസെന്റിന്റെ അടുത്ത് വന്നിട്ട് ഈ അറിയാത്ത സാധനത്തിനെ പുച്ഛം കൊടുക്കുന്നൊക്കെ അയാൾക്ക് മറ്റേ കട്ടിലേനാണ് ഏതാ സുപ്രപഞ്ചക്കട്ടിലോ എന്ന് ചില സാധനങ്ങൾ പുച്ഛിച്ചില്ലാതാക്കുന്നതിലും വലിയ മിടുക്കുള്ള പരിപാടിയാണ്. പെട്ടെന്നില്ല മോളിൽ നിന്ന് വീണ് താഴെ വന്നിട്ട് മന്ത്രിസഭ താഴെ പോയത് വായിക്കുന്ന ഒരു ടൈമിങ്. ഹനീഫ് ക പുലിവാൽ കല്യാണം ഷൂട്ടിങ്ങിന്, അപ്പോൾ കുറച്ച് നേരത്ത് ഹനീഫ് കാണാനില്ല. അപ്പോൾ ഞാൻ ഷാഫിനോട് ചോദിച്ചു എവിടെ പോയി ഷാഫി? ഹനീഫ് ഒന്ന് ബാത്റൂമിൽ പോയേക്കാണെന്ന് പറഞ്ഞു. ബാത്റൂമിൽ പോകുന്ന വെച്ചാൽ ഒരു 1 മണിക്കൂറോളം ആവാറായി. അപ്പം എന്നോടൊരു ഫോൺ വന്ന് നോർത്തിൽ നിന്ന്, അവിടെ എന്തോ ഉദ്ഘാടനം നടക്കുകയാണ്. ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? കൊച്ചിൻ ഹനീഫിയാണെന്ന്. ഗ്യാപ്പില് ഒരു ഉദ്ഘാടന ബാത്റൂമിൽ ബാത്റൂം പോയിട്ട് വരുന്നത്. അതുപോലെ നമ്മളിപ്പോ ഏത് സമയത്ത് വിളിച്ചിട്ടും ഒരു 2 ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിയിരിക്കും. കാരണം ഞാൻ ഇപ്പൊ റാഫിക്കയുടെ പടം ഉണ്ടല്ലോ, എന്താണ് നിങ്ങൾ മൈക്കിൾ ജാക്സൺ ഒക്കെ ആയിട്ട് ചതിക്കാത്ത ലൊക്കേഷനിൽ ഞാൻ ചെന്നപ്പോ ഹനീഫ് ക നിൽക്കണോടെ. അപ്പൊ ഞാൻ കഥ കേട്ടാ ഹനീഫ് കയുടെ ക്യാരക്ടർ ഇല്ല അതിനകത്ത്. അപ്പൊ ഞാൻ ചോദിച്ചു ഹനീഫ് ക ഏതാ റോള്? ഞാൻ ഇതിൽ ക്യാമറമാനാ, 2 ദിവസത്തേക്ക് വന്നാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ 1 മാസം കഴിഞ്ഞ് ചെല്ലുമ്പോഴും ഹനീഫ് ക കാരണം ഇവരത് എഴുതി ആ ക്യാരക്ടറിനെ വളർത്തി ത്രൂ ഔട്ട് ക്യാരക്ടറായത് അല്ലേ? ക്യാമറമാനാ. അതെ, ആദ്യം ആ ഡാൻസ് ഷൂട്ട് ചെയ്യുമ്പോ നിങ്ങൾ തീരുമാനിക്കും എന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാതൊക്കെ പറഞ്ഞിരിക്കുന്ന ക്യാമറമാനാ. പിന്നെ ഈ പുള്ളി വന്നിട്ട് പുള്ളിയുടെ ഒരു ഗെറ്റപ്പ് ഫിക്സ് ചെയ്യും. വിക്രമക്കുറുപ്പ് ഇങ്ങനെ മീശ, പിന്നെ ഇവിടെ ഒരു വേറെ 2 മീശ, എന്നിട്ട് അതിനകത്ത് കൈ എന്നിട്ടൊരു തമാശ കിട്ടും എനിക്കിടെ. ഇവരുടെ കുപ്പി വീണ് താഴെ വീണ് പൊട്ടും. അപ്പൊ SI ആണല്ലോ പുള്ളി. അപ്പൊ എന്താണ് ഇത് ചോദിക്കുമ്പോൾ പറയും അത് മൂത്രം ഒഴിച്ചാ പേടിച്ചിട്ട്, മൂത്രത്തിൽ കല്ലെന്ന് കേട്ടിട്ടുണ്ട്, എന്താണ് ചില്ലത്. ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ഉറപ്പായിട്ടും പറയേണ്ടുന്ന ഒരു ക്യാരക്ടറാണ് എൽദോ എന്ന് പറയുന്നത്. കാരണം ഈ എൽദോ ഈ ഞെട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി സ്വാഭാവികമാക്കാൻ അത്ര എളുപ്പമല്ല. അദ്ദേഹം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഒരാൾക്കൂട്ടം കണ്ടിട്ട് രണ്ടാമത് തിരിഞ്ഞു നോക്കിയിട്ട് ഒരുണ്ട് ഈ ആശാനത്. അതുപോലെ ഈ കാലുകൾ എനിക്കുള്ളതാണ്, മറ്റേതാണ് എന്നിട്ട് നിന്ന് കഥാപ്രസംഗം പറയാതെ ഒടിക്കട കാലെന്ന് പറയുന്ന സീനിലും ഒക്കെ മീശ മാധവനിലെ പെടലി എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ ഒറ്റ ഇരിപ്പിന് ആലോചിച്ചാല് എന്തോരം കഥാപാത്രം. അനിയത്തിപ്രാവിലെ ചേട്ടൻ, എനിക്കൊക്കെ ഒരു ഡ്രൈവർ വന്നറിയാം, സൂര്യല്ല ഇതോടെ കോമഡി ഉണ്ട് ഭയങ്കര. എനിക്ക് ഇങ്ങനെ വണ്ടിയിൽ കയറിയിരുന്ന ഉടനെ ഉറങ്ങും. ഒരു ദിവസം ഭയങ്കര വഴക്ക് സ്നേഹിതന്റെ ഒക്കെ. ഞാൻ എന്ത് പറ്റി എനിക്ക് ജോണി കുറെ ദൂരം ഓടിക്കഴിഞ്ഞിട്ട് ഞാൻ ഇവനോട് ചോദിച്ചു എവിടായി, അത് നമ്മൾ ഉറക്കമല്ലേ, ഇവനോട് ചോദിച്ചു എവിടായെന്ന് ചോദിച്ചപ്പോ അവൻ പറയാ അവനറിയില്ല, അവനും ഉറങ്ങിപ്പോയത്. മറ്റേ പരുന്തിനൊക്കെ വെക്കുന്ന ആളല്ലേ? CID മൂസർ ലൊക്കേഷനിൽ അനീഫിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അനീഫ് അവിടെ ഇരിക്കാണ്ടാ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ പോണില്ലേ? ഇല്ല, ഡ്രൈവറുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടില്ലെന്ന്. അങ്ങനെ ഡ്രൈവറുടെ നല്ല ഡ്രൈവർ ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് എന്റെ കല്യാണം. അനീഫ് ക തലേദിവസം വന്നു, കല്യാണത്തിന് ഒന്നും വന്നു. തലേദിവസം പുള്ളി ഒരു പാട്ടും പാടി. പാടുവോ അനീഫ് ക? പിന്നെ അത് നമ്മള് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട് എന്നുള്ള പാട്ടില്ലേ പാതയത്തിലെ. അപ്പൊ അല്ല കല്യാണ വീടാകുമ്പോ എല്ലാവരും ഇങ്ങനെ പാടുന്ന കൂട്ടത്തില് പുള്ളി ഒരു പാട്ട് പാടി. സ്റ്റാർ നൈറ്റിനൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല വീഡിയോസ് അല്ല. കാസറ്റ് പാടിയിട്ടുണ്ട്. എൻ്റെ അറിവിലൊരു എൻ്റെ ഫാദറിലോ മാപ്പിളപ്പാട്ടൊക്കെ കമ്പോസ് ചെയ്യുന്ന അതിനകത്ത് പാട്ട് പുള്ളി പാടിയിട്ടുണ്ട്. ഓർമ്മയിലെന്നും കൊച്ചിൻ ഹനീഫ എപ്പിസോഡിൽ മായപ്പൊന്മാൻ എന്ന് പറയുന്ന ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന സമയം തൊട്ട് സിനിമകളിൽ നമുക്ക് ഹനീഫയ്ക്കയുടെ ഒരുപാട് നല്ല കഥാപാത്രങ്ങളൊക്കെ സമ്മാനിച്ച ജോണി ആന്റണി ചേട്ടൻ, അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതായിരുന്നു. അദ്ദേഹം പങ്കുവച്ച ഓർമ്മകൾ വളരെ മൂല്യമുള്ളതായിരുന്നു. സാന്നിധ്യത്തിന് ഹൃദയപൂർവ്വം ഒരുപാട് നന്ദി ജോണി ചേട്ടാ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നമ്മളോടൊപ്പം ഇനി ഹനീഫക്കയുടെ ഓർമ്മകളുമായി എത്തുന്നത് ഹനീഫക്കയുടെ സഹോദരനാണ്. അദ്ദേഹവും കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന ആള് തന്നെയാണ്. സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും കൊച്ചിൻ ഹനീഫ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹനീഫക്കയുടെ സഹോദരൻ നൗഷാദ് ഖാൻ. നൗഷാദ് ഖാൻ നമസ്കാരം. ഞങ്ങളിവിടെ ഹനീഫക്ക എന്ന ചലച്ചിത്ര താരം, സംവിധായകൻ, സുഹൃത്ത് എന്നൊക്കെ പറയുന്ന ഒരു മേഖലകളിലൂടെയാണ് ഹനീഫക്കയെ ഓർത്തതും സംസാരിച്ചതും എല്ലാം. കുട്ടിക്കാലത്തെ ഹനീഫക്ക നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് എങ്ങനെയായിരുന്നു? പുള്ളിയെ പറ്റി എന്തെങ്കിലും പറയാൻ പോയാൽ എനിക്ക് ഭയങ്കര വിഷമം വരും. ഞാൻ ഒരുപാട് ചാനൽസ് വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. പിഷാരടി വിളിച്ചുകൊണ്ട് മാത്രം ഞാൻ വന്നതാണ്. അത് പ്രേക്ഷകരോടും കൂടെ പറയണം. പല പ്രേക്ഷകരും ഇന്ന് നൗഷാദ് ഖാനെ ആദ്യമായിട്ടായിരിക്കും ഒരു ടെലിവിഷൻ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ ഒരു സഹോദരനെ ആദ്യമായിട്ട് കാണുന്നത്. പലതരത്തിൽ ഇന്ന് പോലും രാവിലെ പനിയാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാ മരുന്ന് ഇവിടുന്ന് മേടിച്ചു എന്നാലും വരണം. ഒരു സാന്നിധ്യം അത്രയും വലുതാണ്. ഈ പരിപാടി അത്രയും സിൻസിയറാണ്, അത്ര ജെനുവിനാണ്. ഇതൊരു കാലം കഴിയും തോറും മൂല്യം കൂടുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത്. 14 വർഷമായി മരിച്ചിട്ട്. ഇതുപോലൊരു സഹോദരൻ ഉണ്ടാവില്ല. അതുപോലൊരു ഒരു എന്താ പറയാ, അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. അത്ര പവറാണ്, പളുങ്കാണ് ആ മനുഷ്യൻ. മരിക്കാൻ പാടില്ലായിരുന്നു. ഒരിക്കലും വരാൻ പാടില്ലാത്ത അസുഖമാണ് വന്നത്. ഒരിക്കലും ഒരു തുള്ളി മദ്യം പോലും കഴിക്കാത്ത ആ മനുഷ്യന് ലിവറിനാണ് കംപ്ലൈൻറ്റ് വന്നത്. ഭയങ്കര വിഷമമായിപ്പോയി. ഇപ്പോഴും നമുക്ക് വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ഒരു വൈബ്രേഷൻ, ഹനീഫക്കയുടെ മനസ്സിലൊരു വൈബ്രേഷൻ. 14 വർഷമായെങ്കിലും നമുക്കത് മറക്കാൻ പറ്റുന്നില്ല. എനിക്ക് പ്രത്യേകിച്ച് ഞാനാണ് ഏറ്റവും കൂടുതൽ പുള്ളി ഒരു ലൊക്കേഷനിൽ പോയി വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നിരുന്ന ആ ലൊക്കേഷനിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയും. അവിടെ നടന്ന കാര്യങ്ങളും സലീം കുമാറിനായിട്ടുള്ള കാര്യങ്ങളും എല്ലാവരുടെ കാര്യങ്ങളും പറയും. മമ്മൂക്കായിട്ടുള്ളതാണെങ്കിൽ മമ്മൂക്കയുടെ കാര്യം പറയും, മോഹൻലാലിനാണെങ്കിൽ മോഹൻലാലിൻ്റെ പറയും. അങ്ങനെ സംസാരിച്ച് രാത്രി നേരം വെളുക്കണ വരെ ഞങ്ങൾ സംസാരിച്ചിരിക്കും. അത്ര സംസാരപ്രിയനാണ്. പക്ഷെ അത് നമ്മൾ ദുഃഖിക്കുന്ന ഒരു സംഭവം പറഞ്ഞിട്ടില്ല. പുള്ളിയുടെ ചിരികൾ മാത്രമാണ് ഞങ്ങൾ അല്ലേ ഒരിക്കലും പറഞ്ഞാൽ നമ്മുടെ കണ്ണീന്നോളം വരും. ഇപ്പൊ ആ സംഭവം ഞാൻ പറയില്ല എന്ന് തന്നെ നിശ്ചയിച്ചതാണ്. കാരണം ഞാൻ മരിച്ചപ്പോൾ ഒരിക്കലും പോയിട്ടില്ല. അപ്പൊ അതിന്റെ പേരിൽ ഇപ്പോഴും ഹനീഫ്ക്കയുടെ സിനിമ കാണുമ്പോൾ ഞാൻ ചിരിക്കും. ഇന്നസെന്റ് ചേട്ടനെ കാണുമ്പോൾ ഞാൻ പോയിരുന്നു, കണ്ടു. ഇന്നസെന്റ് ചേട്ടൻ ഇല്ലല്ലോ എന്നുള്ളൊരു ഇതുണ്ട്. ഇത് ഞാൻ ഹനീഫ്ക്ക കാണില്ല എന്ന് 3 പ്രാവശ്യം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ അറിയാലോ, ഞാൻ ഹനീഫ്ക്കായിട്ട് എങ്ങനെയാണ് അറിയാലോ. 3 പ്രാവശ്യം എൻ്റെ വീട്ടിൽ പറഞ്ഞു, ഞാൻ പോയില്ല. അങ്ങനെ എൻ്റെ ഒരു മനസ്സ് ഇതിന് വേണ്ടിയിട്ട് TV പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു ദുഃഖമില്ല ഹനീഫ്ക്ക മരിച്ചതിൽ. കാരണം നാളെ ഞാനും പോകേണ്ട ഒരു സ്ഥലത്തേക്കാണ്. ഹനീഫ്ക്ക ഇന്ന് പോയേക്കാം. അത് ഉള്ളു നീറിയാണ് അത് പറഞ്ഞത്. കാരണം അത്രയ്ക്ക് ഇപ്പോൾ എന്നോടൊന്നും മാത്രമല്ല എല്ലാവരോടും അത്രയ്ക്ക് സ്നേഹം ഉണ്ടായ മനുഷ്യനാണ്. അപ്പോൾ ഒരു സിനിമയില്ലാണ്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ ഒരിക്കലും പറ്റില്ല. സിനിമയില്ലാത്തൊരു സംഭവത്തിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ഞാനായിട്ട് അവസാനമായിട്ട് ആയിരിക്കുന്നത് ഇതാണ്, ഇത് നമ്മുടെ ജയരാജ് സാറിന്റെ പടം ലൗഡ് സ്പീക്കർ. അവർക്ക് പുള്ളിക്ക് ക്ഷീണമായി തുടങ്ങി.
പിന്നീട് മമ്മൂക്കിന് പറഞ്ഞ പുള്ളിക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു. നമ്മള് ചട്ടമ്പിനാടിന് ഷൂട്ട് അടങ്ങുമ്പോ ഞാൻ വിളിച്ചിരുന്നു. അനീഫ് ഖാനെ വിളിച്ചപ്പോൾ അനീഫ് ഇങ്ങനെ സുഖമില്ലാതെ, പിന്നെ നമ്മൾ വേറെ ആർട്ടിസ്റ്റ് കാസ്റ്റ് ചെയ്തു. ഒരു ദിവസം ഫൈറ്റ് സീക്വൻസ് നടന്നുകൊണ്ടിരിക്കുക മമ്മൂക്കാട് ഔട്ട്ഡോറിൽ. അപ്പോൾ മമ്മൂക്ക ഷോട്ട് റെഡിയായി. മമ്മൂക്ക ഫോണിൽ ആരോ ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. മുഖമൊക്കെ ഒന്ന് വല്ലാതെ ഇരിക്കണോ. എന്നിട്ട് പുള്ളി ഫോൺ കട്ട് ചെയ്തിട്ട് ഈ ഔട്ട്ഡോറിലൊക്കെ ഈ പ്ലാസ്റ്റിക് ചെയറിലാണല്ലോ ആർട്ടിസ്റ്റ്, ആ ചെയറിലിട്ട് ഒരു 5-6 അടി അടിച്ചു. എന്ത് പറ്റി നമുക്ക് എന്ന് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് വേണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു, ചേച്ചിയെ വിളിച്ചത് പ്രിയൻ സാറിൻ്റെ വൈഫ് അനീഫ് ഖാട അസുഖ വിവരം പറയാൻ വേണ്ടി വിളിച്ചത്. ഡോക്ടർ പറഞ്ഞു അത്രേ ഇനി 1 മാസം ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് 3-4 മാസം കഴിഞ്ഞിട്ടാണ് ആൾ പോയത്. അത് ഭയങ്കര സീനായിരുന്നു. ഡോക്ടർ വന്നിട്ട് ഞാനും അനീഫിക്കയും കൂടെയാണ് പോണത്. ഡോക്ടറുടെ അടുത്ത് ഫയലെടുത്ത് വെച്ച് ഫയലൊക്കെ എടുത്ത് തുറന്ന് നോക്കിയിട്ട് ഡോക്ടർ അടച്ചിട്ട് പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, ഇനി ദൈവത്തിന് വിട്ടെടുക്കുക. അനീഫ്ക്കാട്ട് നേരിട്ട് പറഞ്ഞു. അപ്പം അനീഫിക്ക ഒരു സൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ, അത് കേൾക്കാനുള്ള ഒരു പവർ. അത് കഴിഞ്ഞിട്ടൊരു മാസം മാക്സിമം ഉണ്ടായുള്ളൂ. അത് 1 മാസം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് അഭിനയിച്ചത് തെലുങ്ക് പടത്തിലാണ്. തെലുങ്ക് പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് എടുത്തിട്ടാണ് പോയത്. ഡോക്ടർ പറഞ്ഞ് പോകല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടും രക്ഷയില്ല. പുള്ളി പറഞ്ഞ് അവിടെ നിന്ന് കാശ് മേടിച്ചാണ്, അത് ചെയ്തു കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതും ദുബായിൽ ഷൂട്ടിങ്. ഫ്ലൈറ്റിൽ കയറി എൻ്റെ മടിയിൽ, ഞാനും കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ടാണ് പോയത്. എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ വീൽ ചെയറിൽ അവിടെ ചെന്നപ്പോൾ എസ് സൂര്യൻ ഡയറക്ടർ, മനോജ് വാജ്പേയി, പവൻ കല്യാണൊക്കെയാണ്. അവരൊക്കെ ഷോക്കായി. എന്ത് പറ്റിയത്? കഴിഞ്ഞ ഷെഡ്യൂളിൽ നിന്ന് ഭയങ്കര ആക്റ്റീവായിരുന്നല്ലോ, സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഫ്ലൈറ്റിൻ്റെ മേലെ ചിറകിൻ്റെ മേലെ നിന്നുകൊണ്ടുള്ള ഷോട്ട് എടുക്കട്ടെ. അയ്യോ, ആകെ 4 ഡയലോഗുണ്ട്. അപ്പോൾ ജയസൂര്യ പറഞ്ഞൊരു കാര്യം ചെയ്യാം, 4 ക്യാമറ വെക്കാം, എന്നിട്ട് ഒറ്റയടിക്ക് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആളങ്ങാട് ഉഷാറായി. പവർ വന്നു. സ്റ്റെയർകേസൊക്കെ ചാടി കയറി ഷൂട്ട് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞ് ഹോട്ടൽ വന്നതിനപ്പോൾ മെമ്മറി പോയി. പിന്നെ കിടത്തി ഉറക്കി. പിറ്റേ ദിവസം കാലത്തേന് തിരിച്ചു വന്ന് ചെന്നൈ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ മെമ്മറി പോയി. പിന്നെ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് പിന്നെ വന്നിട്ടില്ല. ഹനീഫിക്കയോടൊപ്പം ഒരുപാട് ചിത്രങ്ങളിൽ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട അശോകൻ ചേട്ടൻ ഓർക്കുന്നു ഹനീഫിക്ക്. സിനിമയിൽ ഒരുപാട് പേരുണ്ടെങ്കിലും ഇതൊരു വേറെ ടൈപ്പാണ് ഹനീഫിക്ക. വളരെ ആത്മാർത്ഥയും ഭയങ്കര സ്നേഹവും, പിന്നെ അതൊരു സഹായിക്കാനാണെങ്കിലും ഒക്കെ ഏത് വിധത്തിലും പുള്ളി സഹായിക്കാനും ഒക്കെ. പിന്നെ ഭക്ഷണപ്രിയനാണ്. പക്ഷെ അങ്ങനെ ഒരു വലിയ ഭക്ഷണപ്രിയനൊന്നുമില്ല. സെറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ആഹാരമൊന്നും കഴിക്കും. പക്ഷെ ഒരു ഗ്ലാസ് ചായ എടുക്കും, എന്നിട്ട് ആ ചായയിലേക്ക് ഒരു കഷ്ണം പുട്ടങ്ങോട്ട് ഇടും, എന്നിട്ട് അത് സ്പൂൺ കൊണ്ട് കോരി ഇങ്ങനെ കുതിർത്തി കഴിയുമ്പോൾ കഴിക്കും. അങ്ങനെ ഭയങ്കര രസമാണ് അനീഫിക്കയുടെ ഭക്ഷണമൊക്കെ. പിന്നെന്താ പറയുക, അനീഫിക്കയുടെ കൂടെ ഇരുന്നാൽ നമ്മൾ സമയം പോണ അറിയില്ല. മദ്രാസിൽ പോയിട്ട് സിനിമയിൽ അവസരം ചോദിച്ച് നടന്നതും കഷ്ടപ്പെട്ടതും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര മോട്ടിവേഷനായിരുന്നു ശരിക്ക് അനീഫിക്ക. നമ്മൾ ഈ ഓരോ തവണ നമ്മൾ സിനിമയിൽ വന്നതിന് ശേഷം നമ്മൾ അനുഭവിച്ച വേദനകളും ബുദ്ധിമുട്ടുകളും പറയാൻ നേരത്ത് ഇതെന്താണെന്നും പറഞ്ഞ് നമുക്ക് അനീഫിക്ക കുറേ കഥകൾ ഇങ്ങനെ പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾ ഇപ്പം അനുഭവിക്കുന്ന വേദനകളും അല്ലെങ്കിൽ ആ സമയത്ത് അനുഭവിച്ച വേദനകളും ഒന്നുമില്ല. എന്തായാലും അനീഫിക്ക വളരെ നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് അന്നും ഇന്നും. ഇപ്പം നൗഷാദൊക്കെ പറഞ്ഞൊരു കാര്യം, പൊതുവെ ഈ സിനിമയിലുള്ള ആളുകളെ പറ്റി ഒരുള്ള പൊതുബോധങ്ങളിലൊന്നാണ് ഈ ഒരു ലിവറിനൊരു അസുഖം വന്നാൽ ഇമീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് എല്ലാവരും അത് മദ്യപിച്ചിട്ടാണ്, അല്ലെങ്കിൽ മദ്യപാനത്തിന്റെ ആധിക്യം എന്ന് വിചാരിക്കും. ഈ ഹനീഫിക്ക ഒരു തുള്ളി പോലും മദ്യപിക്കില്ലായിരുന്നു. എത്രയോ തവണകൾ, എത്രയോ പ്രാവശ്യങ്ങൾ, 100 കണക്കിന് പ്രാവശ്യം ഒരുമിച്ച് ഇരുന്നു. അത്ര ബന്ധമുള്ള ഫാദറിനോട് കൊടുത്ത ശബ്ദോ. അന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി മദ്രാസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്
അപ്പോൾ ഫാദർ അന്ന് സെൻട്രൽ ജമാഅത്ത് പള്ളി പ്രസിഡൻ്റൊക്കെയാണ്. ഭയങ്കര ഓർത്തഡോക്സ് ആയതുകൊണ്ട് സിനിമയ്ക്ക് പോകാൻ പറ്റില്ല ഒക്കെ പറഞ്ഞ് അവസാനം പുള്ളിയുടെ ഫാദറിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. അപ്പം ശബ്ദം ജയിച്ച് വെള്ളം ഒടിക്കില്ല എന്നുള്ള കാര്യം. ഇത് ഫാദറിനെ നമുക്ക് എല്ലാവർക്കും അത്, പക്ഷെ ഹനീഫ്ക്ക് ഒരു പടി കൂടി കൂടുതലായിരുന്നു. അതെ. അപ്പൊ ഞാൻ എന്താണെന്ന് ചോദിച്ചത്, എന്താണ് കാരണം? എടാ ചെറുപ്പത്തിൽ എൻ്റെ കാല് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇങ്ങനെ ഇരിക്കില്ലേ, കാല് ഇങ്ങനെ പോണം, ഇങ്ങനെ ഇരുന്ന് ഈ പുള്ളിക്കാരൻ കടയിൽ പോയിട്ട് വന്നിട്ട് തിരുമിയാണ് നേരെയാക്കിയത്. ആ ഒരു മകൻ എന്നുള്ളതിലുപരി, അല്ലെങ്കിൽ പുള്ളി ജീവിതകാലം മുഴുവൻ ഹനീഫ്ക സേതുന്റെ ഉള്ളിൽ കാപ്പി പിടിക്കാൻ കാശാന്ന് ഇങ്ങനെ അല്ലേ, അതിനെന്തെല്ലാം പരീക്ഷണങ്ങൾ പുള്ളി നടത്തിയേക്കുന്നത്. തിരുമി അപ്പൊ എത്രയോ വട്ടം പുള്ളിനെ തിരുമിയിട്ടുണ്ട്. പുള്ളി ഫാദറിന്റെ മുമ്പിൽ ഇരിക്കില്ല. ഞാനൊക്കെ ഇരിക്കും, ഫാദറിന്റെ മുമ്പിൽ പുള്ളി ഇരിക്കില്ല. ഭയങ്കര റെസ്പെക്റ്റാണ് ഫാദറിന്. ഭയങ്കര ഹ്യൂമർ സെൻസ് അല്ലേ? ഭയങ്കര ഹ്യൂമർ സെൻസാണ്. സിദ്ദിഖിന്റെ ഫാദറും, ഡയറക്ടർ സിദ്ദിഖിന്റെ ഫാദറും ഇസ്മായിൽ അണ്ണനും നമ്മുടെ ഫാദറും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. രണ്ടുപേരും ഭയങ്കര ഹ്യൂമർ സെൻസ്. ഇവർ രണ്ടുപേരും ഭയങ്കര ഹ്യൂമർ പറയാൻ, ഇവർ രണ്ടുപേരും ചിരിക്കൂല, നമ്മളിന്ന് ചിരിക്കൂ. ഭയങ്കര രസമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അവര്. ഹനീഫ് കാക്ക് ഒരു തമാശ ഇങ്ങനെ അടുത്തോടി പോയാൽ മതി. നമ്മളൊരു കുഞ്ഞു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കരമായിട്ട് ചിരിക്കും അല്ലേ? പിന്നെ അത് രാംജി റാവു സ്പീക്കിങ്ങിന്റെ പ്രിയൂ ഷോ മദ്രാസിൽ ഹനീഫിക്കും ഞാനൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. പുള്ളി ഭയങ്കര ചിരി, കോമഡി വന്നിട്ട് ഭയങ്കര ചിരി ചിരിച്ചിട്ട് ഇന്റർവെൽ ആയപ്പോ അപ്പച്ചമ്മന്ന് പറഞ്ഞ് ഇത് ഞങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ചിരിക്കണേണാന്ന് ചോദിച്ചു. സിദ്ദിഖ് ലാലൊക്കെ നിങ്ങളുടെ പരിചയക്കാരാണല്ലോ, അതുകൊണ്ടാണ്. പുള്ളി നിങ്ങൾ പുറത്തേക്ക് പോ, എന്നിട്ട് ഞാൻ സിനിമ കാണുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിയെ പിടിച്ച് പുറത്താക്കിയിട്ട് സിനിമ പുള്ളി കിട്ടിയാൽ മതി കോമഡി. അതെ. പക്ഷെ എന്നാ ഭയങ്കര സീരിയസ് ആണ് ആള്. വീട്ടിലൊക്കെ ഭയങ്കര സീരിയസാ, എല്ലാ കാര്യങ്ങൾക്കും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ പുള്ളിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി മികച്ച സൂത്രധാരനെ. അപ്പോ അവിടെ ചെല്ലുമ്പോ ചെറിയ പാവാടയും ബ്ലൗസും ആ സ്റ്റേറ്റ് അവാർഡിന് തയ്ച്ചിട്ടേക്കണം. സത്യമാണത്. അത് സത്യമാണ്, അത് എക്സാജറേഷൻ ആണ്. അത് കൈ നിന്നിട്ട് പറയുന്നതായിരിക്കും. സ്റ്റേറ്റ് അവാർഡിന്റെ അല്ല, വേറൊരു അവാർഡിന്റെ ഉണ്ടായിരുന്നു. അതൊരു പെണ്ണിങ്ങനെ കൈപൊക്കി ഫുൾ ന്യൂഡായിട്ടുള്ള. അപ്പൊ അനിഫിക്കാണ്ട് ഈ തലയിലിന്റെ ബാൻഡ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് സത്യമാണ്. അത്ര ശുദ്ധനാണ്. ആരെങ്കിലും വന്നാല് ഒരു പെണ്ണ് തുണിയില്ലാണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കലായുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പരിപാടി നൗഷാദയ്ക്ക് ഉള്ളതുകൊണ്ടാണോ? അതെ, ഞാൻ അനീഫിക്കയുടെ എല്ലാ പടങ്ങളിലും ഞാൻ വർക്ക് ചെയ്യാൻ പോവായിരുന്നു. എല്ലാ ലൊക്കേഷനിലും നൗഷാദുണ്ട്. എല്ലാ ലൊക്കേഷനിലും വരും അല്ലേ? അങ്ങനെയാണ് നമ്മ പരിചയം, അല്ലാണ്ട് വീട്ടിൽ വന്നിട്ടുള്ള പരിചയമല്ല. നൗഷാദ് ആ ലൊക്കേഷനിൽ വരും, അങ്ങനെ പരിചയപ്പെട്ട നൗഷാദിനാ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അനീഫ്ക ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ടീഷർട്സ് അല്ലേ? ഒരു ടീഷർട്സ് ആണ് അതിങ്ങനെ ഈ ക്രോസ് ലൈൻ. ഇനി നമുക്ക് നമ്മുടെയൊക്കെ സുഹൃത്ത് സഹപ്രവർത്തകൻ, അദ്ദേഹത്തോടൊപ്പം നിരവധി സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് പ്രിയപ്പെട്ട ഷാജു ശ്രീധർ ഹനീഫിക്കെ ഓർക്കുന്നു. ഭീഷ്മാചാരി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് KSRTC ബസ് സ്റ്റാൻഡിനടുത്ത് മിമിക്രിക്ക് പോകുന്ന സമയത്ത് കണ്ടപ്പോൾ കുറച്ചു നേരം ഷൂട്ടിംഗ് കാണാൻ വേണ്ടി അവിടെ ഇറങ്ങുകയും അപ്പോൾ ഹനീഫ്ക്കെ അങ്ങനെ നോക്കി അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നത് നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരു സിനിമയിൽ വന്നതിന് ശേഷം പുലിവാൽ കല്യാണം എന്ന് പറയുന്ന സിനിമയിൽ ഒരുപാട് നാളുകൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. നമുക്കെന്നും ഒരു ജ്യേഷ്ഠ തുല്യനായ ഒരാൾ കൂടെ നിൽക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമുക്കൊരു ഡയലോഗ് തെറ്റുകയോ കാര്യങ്ങളോ ആയി നമ്മൾ ടെൻഷനായി പോകും. അന്നത്തെ കാലത്ത് ഫിലിം ഡിജിറ്റൽ അല്ല, റീടേക്ക് എടുക്കുമ്പോൾ അത്രയും ഫിലിം വേസ്റ്റ് ആവും. അപ്പോൾ നമ്മളൊരു തുടക്കത്തിൽ വന്ന് നടൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ അദ്ദേഹം കൂടെ സപ്പോർട്ട് ചെയ്യും, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും, നമുക്ക് ഉപദേശങ്ങൾ തരും. ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു ആക്ടർ വേറെ ഉണ്ടാവില്ല. നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന നടന്മാരിൽ ഒരാളാണ് കൊച്ചിൻ ഹനീഫ്ക. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ ക്യാരക്ടേഴ്സും അദ്ദേഹത്തിന്റെ രീതിയിൽ അദ്ദേഹത്തിന്റെ തനതായ ശൈലിയിൽ നമ്മളിലേക്ക് എത്തുകയും ആ സിനിമയിലൊക്കെ പുലിവാൽ കല്യാണത്തിലൊക്കെ ഒരുപാട് സീക്വൻസുകൾ കയ്യിൽ നിന്നും പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരുപാട് സീക്വൻസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര രസകരമായിട്ടാണ്. നമ്മൾ ആ സലിംകുമാർ കൊച്ചിൻ ഹനീഫ കോമ്പിനേഷൻ ഭയങ്കരമായിരുന്നു. മലയാള സിനിമയിൽ ഇന്നും നമ്മൾ ചിരിച്ചിരുന്ന അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ നമ്മളെ വിട്ടുപോയെങ്കിലും നമുക്ക് ഒരിക്കലും അത് ഫീൽ ചെയ്യാത്ത രീതിയിൽ ഓരോ ദിവസവും അദ്ദേഹം നമ്മളിലൂടെ ജീവിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സിനിമകൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ അപ്പോൾ മലയാള സിനിമയുടെ
തീരാ നഷ്ടങ്ങളിൽ ലെജൻസിന്റെ കുറെ പേര് നമ്മൾ വിട്ടുപോയവരിൽ ഏറ്റവും പ്രധാനിയായ ഒരാളാണ് കൊച്ചി ഹനീഫ് ഖാൻ. നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. ഹനീഫ് ഖായുടെ പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, പണ്ട് ഇപ്പൊ ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പ് ട്രിവാൻഡ്രം ബെൽറ്റ്, കൊച്ചി ബെൽറ്റ് എന്നൊരു സംഭവം ഉണ്ടായി. ഈ മമ്മൂക്ക, ജോഷി സാറ്, ഡെന്നീസ് ജോസഫ്, അങ്ങനെ അവിടെ പ്രിയൻ സാറ്, ലാലേട്ടൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടില്ലേ? പിന്നെ അപ്പൊ അത് ഭയങ്കര വളരെ ആരോഗ്യകരമായിട്ടുള്ള മത്സരമായിരുന്നു, അല്ലാണ്ട് വേറെ രീതിയിൽ. ഈ 2 ബെൽറ്റിലും ഉള്ള ഒരേ ഒരു നടൻ ഹനീഫ് ഖായിരുന്നു. ഹനീഫ് ഖാൻ അവരുടെ പടത്തിലുണ്ടാവും, ഈ പടത്തിലുണ്ടാവും. ഹനീഫ് ഖാൻ ഞങ്ങളൊക്കെ ഇട്ട്, ഇപ്പൊ റാഫിക്ക്, ഞാൻ, സിദ്ദീഖണ്ണനൊക്കെ ഇട്ട് വളരെ വർഷത്തെ ബന്ധമുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഏതാണ് അടുത്ത പടം, നമ്മൾക്ക് ക്യാരക്ടർ എല്ലാം ഉണ്ടോ എന്ന് ആരോടും ചോദിക്കില്ല. ഒരിക്കലും തമാശക്ക് പോലും പറയില്ല. വിളിച്ച സന്തോഷം, വിളിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ ഒരുപാട് ആളുകളുണ്ട് തമാശക്കെങ്കിലും വിളിച്ചിട്ട് നമുക്ക് അടുത്തതിൽ ഉടനെ കുറെ ആയല്ലോ, അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. പുള്ളിക്ക് വരും, എവിടെ പുള്ളിക്ക് വിളി വരും, വിളി വന്നാൽ പുള്ളി പോയിരിക്കും. അപ്പൊ നമ്മൾ വിളിച്ചാൽ രാവിലെ വന്ന് വർക്ക് ചെയ്ത് രാത്രി പോയിട്ട് നേരം വിളിക്കണവർ അവിടെ ഷൂട്ട് ചെയ്തിട്ട് രാവിലെ ഇവിടെ ഉണ്ടാവും. ഉറങ്ങാൻ അല്ലേ, വണ്ടി കയറിയാ ഉറങ്ങും, സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഉറങ്ങിപ്പോവും. ചിരിച്ചിട്ട് അങ്ങനെ ഇരുന്ന് കൂർക്കം വലിക്കും. ഇത്ര വ്യത്യാസം നിങ്ങൾ തമ്മിലുണ്ടെങ്കിലും ഉണ്ടായതുകൊണ്ട് ഒരു ഈ ചേട്ടൻ എന്ന് പറയുമ്പോൾ പല സന്ദർഭങ്ങളിലും ഒരു അച്ഛന്റെ സ്ഥാനം കൊണ്ട് എടുക്കുമല്ലോ. പല മൂത്ത ചേട്ടന്മാരും നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് വീട്ടിലെ മൊത്തം കാര്യങ്ങളിൽ ഇടപെടുക, നോക്കുക. കാരണം വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് എന്നെ ഏൽപ്പിക്കുള്ളൂ, പുള്ളി ഏൽക്കില്ല. പുള്ളി അറിയും നീ അത് തീർത്തോളൂ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളി ഏറ്റ് അത് പുള്ളി പറഞ്ഞാൽ അത് ലാസ്റ്റ് വാക്കായിരിക്കും. അപ്പം അത് പാടില്ല, നീ സംസാരിച്ചിട്ട് അത് തീർത്തോളണമെന്ന് പറയും. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ തന്നെ ചെറിയ സാധാരണ വീട്ടുകാര്യങ്ങളിലുള്ള ഡിസിഷൻ മേക്കിങ്ങില് അപ്പൊ എന്നെ അത് ഏൽപ്പിക്കാറ്. അതുപോലെ ഞങ്ങൾ ഡെയിലി ഫോണിൽ സംസാരിച്ചിരിക്കും, ഒരു ദിവസം പോലും സംസാരിക്കാണ്ടിരിക്കില്ല. ഈ ഹനീഫ് ഖാൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഫോണിൽ സംസാരിച്ചിട്ടിരിക്കുക. അപ്പോൾ ഹരീഷൻസിന് ഞാൻ അഭിനയിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാനെന്താ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഏതാ റോള്? ജൂഹി ചൗളയുടെ പുറച്ചിറക്കുന്നത്. പുള്ളി തന്നെ അത് ആസ്വദിക്കുക. പുള്ളി ആ പടത്തില് ജൂഹി ചൗളയുടെ പുറച്ചിറക്കുന്നത് കുഞ്ഞിക്കുട്ടനോ മറ്റോ ആണ് കഥാപാത്രത്തിന്റെ പേര്. ഇൻട്രസ്റ്റിംഗ് സാധനം വരുന്നത്. വില്ലനാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ. പിന്നെ വേഷപ്പകർച്ച ഉണ്ടല്ലോ, ചില തൊപ്പിയൊക്കെ ഇട്ട് നല്ല എല്ലാ കഥാപാത്രങ്ങള് എന്തെങ്കിലും മേക്കപ്പിൽ ചേഞ്ച് വരുത്തും. എന്തെങ്കിലും ഇവിടെ ഈ സാധനമോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുള്ളി മേക്കപ്പിൽ ചേഞ്ച് വരുത്തും. അല്ല, ഈ നമ്മുടെ കാക്കക്കൂയിലെ ആ താക്കോൽ അവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ പറയുന്ന അത് എന്തൊരു ഗംഭീരനുണ്ടല്ലോ. അതിൽ ഈ ഓപ്പോസിറ്റ് ജഗദീഷ് ചേട്ടൻ പെർഫോം ചെയ്യുമ്പോഴാണെങ്കിലും ഇതിന് റിയാക്ഷൻ ഭയങ്കരമായിട്ട്, അതായത് ഇടയിൽ ഏതോ ഒരു പോയിന്റിൽ ഇത് കേറി ഒത്തുന്ന് തോന്നുമ്പം അതവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട് പുള്ളി. അത് ശരീരം കൊണ്ട് ലുക്ക് കൊണ്ട് ഓക്കെ അവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് അവിടെ കിട്ടി പോന്ന് പറഞ്ഞിട്ട് കളിക്കുന്നതല്ലേ. അതൊരു നടന്നുള്ള നിലയില് വേഴ്സറ്റൈലായിട്ട് പിടിക്കാത്ത പ്രദേശങ്ങളില്ല, കഥാപാത്രങ്ങളില്ല. അത്യാവശ്യം നല്ല ഡാൻസ് ചെയ്യുമല്ലോ. അത്യാവശ്യം നല്ല ഡാൻസ് ചെയ്യാൻ നല്ല രസമാണ് കാണാൻ. ഇഷ്ടമാണ്. അതുപോലെ ഹനീഫ് ഖാന്റെ ഒരു പ്രത്യേകത കോംബോയില് ഇപ്പൊ സലീമായിട്ടുള്ള കോംബോ എത്ര പടത്തിൽ നമ്മൾ കണ്ടു അല്ലേ. അതേപോലെ ഹരിശ്രീ അശോകൻ ചേട്ടനായിട്ടും ഒരു ഇത് മറ്റേ എന്താണ് മീശവാദം വരുമ്പോ ജഗദീഷ് ചേട്ടനായിട്ടുള്ള ഏത് ആർട്ടിസ്റ്റിന്റെ അവരുടെ ഒപ്പം നിന്ന് കളിച്ച് ഈ കാണുമ്പം ഈ സലീമേട്ടന്റെ ഒക്കെ ബാച്ചായിട്ട് തോന്നും ചിലപ്പോ. സിനിമ കാണുമ്പോ ഒക്കെ എം എൻ നമ്പ്യാരൊക്കെ പോയിട്ട് അവിടെയൊക്കെ ഉണ്ടെങ്കിലും കരിമ്പന മൂർഖൻ ജയന്റെ കാലഘട്ടം അവിടെ തൊട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞാൽ പെട്ടെന്ന് വേണമെങ്കിൽ സലീമേട്ടന്റെ ഒരു ബാച്ചായിട്ട് നമുക്ക് തോന്നാം. ഹനീഫ് ഖാൻ നാടോട്ട് പോയതാണോ? ഇവിടെ മുങ്ങിയതല്ലേ ഹനീഫ് ഖായോ? അഭിനയിക്കാൻ വേണ്ടിട്ട്? അഭിനയിക്കാൻ വേണ്ടിയല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി കത്തിച്ച് കളഞ്ഞു പുള്ളി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി കത്തിച്ച് കളഞ്ഞു അല്ലേ? കൊടി കത്തിച്ചല്ലേ? വിപ്ലവകാരിയായിരുന്നു. പിന്നെ അല്ലാണ്ട് കോളേജിൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നു അല്ലേ? ആൽബർട്സിൽ പഠിക്കാം, എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ തൊഴിലാളികൾ സമരം ചെയ്തതാണ്.
അപ്പോൾ എല്ലാ കടകളുടെ മുമ്പിലും കൊണ്ടുവന്ന് ചുവന്ന കൊടി ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. അപ്പം മുതലാളിമാരൊക്കെ കൂടി ഒരു ഭാരവണ്ടിയിൽ കൊണ്ടുപോയി തൊഴിലാളികൾക്കെതിരായിട്ട് ചെയ്ത്. അപ്പോൾ അവർ സോഡാ കുപ്പി എറിഞ്ഞ് ഒരു കൈയൊക്കെ പിടി. അപ്പം നമ്മുടെ അളിയൻ്റെ കൈയൊക്കെ മുറിഞ്ഞ്. അനീഫിക്ക് സ്കൂട്ടറിൽ വരുമ്പോൾ കണ്ട സീൻ അതാണ്. പുള്ളി വേഗം നടന്ന് കൊടികളൊക്കെ ഇങ്ങനെ വലിച്ചെടുത്ത് ഈ സിഗരറ്റ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന വിളക്കുണ്ടല്ലോ പണ്ട്, അതിൽ മണ്ണെണ്ണ കറുത്ത് വെച്ചിട്ട് കത്തിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നത്. ചോരച്ചെങ്കുടി കത്തിച്ചവരെ, കാപാലികരെ, ഗുണ്ടകളെ നിങ്ങളെ ഞങ്ങൾ എടുത്തോളാം, തട്ടിക്കളയാൻ ഓട്ടിട്ട് അനീഫിക്കാന മദ്രാസിലേക്ക് മാറ്റി. അന്ന് MM ലോറൻസ് ഉണ്ടായിരുന്നു. MM ലോറൻസ് ഇടപെട്ടിട്ടാണ് അത് കോംപ്രമൈസ് ആക്കിയത്. കുറേ വർഷങ്ങളെടുത്ത് കോംപ്രമൈസ് ആകാനായിട്ട്. പിന്നെ പുള്ളി മാക്സിസ്റ്റുകാരനായി. കൊച്ചിയിൽ മത്സരിക്കാൻ വേണ്ടി വന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട്. സ്ഥാനാർത്ഥിയാകാൻ പോയതാണ്. പിണറായി വിജയൻ വന്നിട്ട് സംസാരിച്ചു. പിന്നെ എന്തോ ഒക്കെ പറഞ്ഞത് മിസ്സായി പോയി. ഹനീഫിക്ക് അങ്ങനെ അതിനുള്ള പൊളിറ്റിക്സ് പരിപാടികൾ കേൾക്കലൊന്നുമില്ല. ചിരിച്ച് കളിച്ച് രസിച്ച് പോലല്ലാതെ ഒരു ആരോപണം പരിപാടികളിലോട്ടൊന്നും നിൽക്കാൻ റെഡിയാവുന്ന ആളായിരുന്നു തോന്നുന്നില്ല. ഇരട്ട കുട്ടികളല്ലേ? അതെ, ഇരട്ട കുട്ടി. ഹനീഫയ്ക്ക് മകള് അവരൊക്കെ ഇപ്പം +2 കഴിഞ്ഞു. അവർ CAക്ക് വേണ്ടി ചേർന്നിരിക്കുകയാണ്. നന്നായിട്ട് പഠിക്കും. സഫേ മാർവേ. നിങ്ങൾ എന്തോ ഒരു കമന്റ് അടിച്ച് ഓർമ്മയില്ല, ഞാനത് പറയാം. അപ്പൊ അതായത് അനീഫ്ക പിള്ളേർക്ക് പേരിട്ട് സഫാ മാറുക എന്ന് പറഞ്ഞ 2 മലകളാണ്. അപ്പൊ സലീം എന്തോ ഒരു കമന്റ് പറഞ്ഞു, ഞാൻ ഉണ്ട് എന്റെ പ്രശ്നം. അപ്പൊ അനീഫ്ക പറഞ്ഞു, എന്താണ് അനീഫ്ക കൊച്ചുങ്ങളെ പേരെന്താന്ന് വെച്ചു. എടാ സാഫാ മർവ എന്നാണ് കുട്ടികളുടെ പേര്. 2 പെൺകുട്ടികൾ സാഫാ മർവ എന്നാണ്. ഭാഗ്യം 3 ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ 1000 ഗാതൊന്നും ഇട്ടേനെ. പാട്ടിലെ വരികൾ നമ്മളെ ഏതൊരു പടം ഷൂട്ടാണ്. നമുക്ക് പുലിവാൽ കല്യാണം തോന്നണല്ലേ? ഏത് ഇയറിലാണ് കുട്ടികളുണ്ടാവണ? അതാണ് തോന്നുന്നു. വളരെ ലൈറ്റ് ആയിട്ട് ഉണ്ടായത്. കുടുംബമൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരോട് ഞങ്ങളുടെ അന്വേഷണം കാണുമ്പോ ഞാൻ പറഞ്ഞു, വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വരാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞില്ല, പഠനവും തിരക്കൊക്കെയാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് നമ്മളിവരെ വളരെ ഒരു പോസിറ്റീവായിട്ട് ഓർക്കുക എന്ന് പറയുകയും പിന്നെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഇവർക്കൊന്നും ഒന്നും സംഭവിക്കില്ലെങ്കിൽ ഈ കാലപ്രവാഹത്തിൽ ചില ഓർമ്മകൾ ഇങ്ങനെ ഓർമ്മകളാണല്ലോ ഇത്. ഇടയ്ക്ക് ഓർത്തില്ലെങ്കിൽ മറവി അതിനെ ബാധിക്കും. അപ്പൊ അത് ഓർക്കുകയും ഓർക്കുന്ന കാര്യങ്ങളിൽ ഒരു ചിത്രത്തിൽ എന്ന പോലെ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയൊക്കെ ചെയ്യേണ്ടെന്നതൊരു ആവശ്യകതയെന്നും കൂടെ തോന്നിടത്താണ് ഇതുപോലൊരു പരിപാടിയെക്കുറിച്ച് ആലോചിക്കുന്നത്. സലീമേട്ടനാണെങ്കിലും നസീർക്കയാണെങ്കിലും ഷാഫി സാറാണെങ്കിലും ജോണിച്ചേട്ടനാണെങ്കിലും ഒക്കെ പറയുന്ന ഓർമ്മകളോടൊപ്പം നമ്മൾ കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞു പോയതിന്റെ എണ്ണം വളരെ വലുതാണ്. എത്രയോ കഥാപാത്രങ്ങൾ വെറുതെ ഇരുന്നിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഓർത്തു പോകുക എന്ന് പറയുന്നൊരു നടനെ സംബന്ധിച്ചൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. അദ്ദേഹം എഴുതിയ സിനിമകളെ കുറിച്ച്, സംവിധാനം ചെയ്ത സിനിമകളെ കുറിച്ചൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഒരു റെഫറൻസ് ഇല്ലാണ്ട് ഓർത്ത് പറയാൻ പറ്റുന്നത് ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വലിയ വലുപ്പമാണ്, അദ്ദേഹത്തിന്റെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. ഓർമ്മയിലെന്നും കൊച്ചിൻ ഹനീഫിക എന്ന് പറയുന്ന ഈ എപ്പിസോഡിൽ സാന്നിധ്യമായി എത്തിയതിന്, ഈ ഓർമ്മയുടെ യാത്രയിലൊപ്പം കൂടിയതിന് എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ആൽബം സൈൻ ചെയ്യാം. അമൃത ടിവിയുടെയും ഞങ്ങളുടെയും ഭാഗത്തു നിന്നും നൗഷാദയ്ക്ക് ഒരു ഉപകാരം, സ്നേഹസമ്മാനം സലീമേട്ടൻ സമ്മാനിക്കും. ഒരു നിമിഷത്തെ ഒരു സംഭവത്തെക്കുറിച്ച് നമുക്ക് ഒരായുസ് മുഴുവൻ ഓർക്കാനാകും. ഓർമ്മകളുടെ ഒരു ദൈർഘ്യം അത്ര വലുതാണ്. ഹനീഫിക്കയെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നമ്മളുടെ മനസ്സിൽ ഇവിടെ അവസാനിക്കുന്നില്ല. ഓർമ്മയിലെന്നും എന്ന പരിപാടിയുടെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു.